Hi students, plus 2 Cbse question discussion. Preparation of your term 2 examination ആണ് കെമിസ്ട്രി ഡിസ്കഷൻ ആണ്. അപ്പോഴേ ടേം 2-ൽ നമുക്ക് എക്സാമിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, ഡി ആൻഡ് അപ്ലോക്ക് എലിമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് അഗെയിൻ അമീൻസ്. ഇത്രയും ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സ് ടേം 2-ൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ ഭാഗ്യം തന്നെയല്ലേ, ടേം 1 ടേം 2 ഒക്കെ ആയിട്ട് എഴുതാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് തന്നെയാണെങ്കിൽ പാതി എന്ന് പറയുന്നില്ല. ടോട്ടൽ പ്ലസ് 2-ൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹിയർ ഓൺലി 7 ചാപ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് നല്ല ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇലക്ട്രോ കൈനറ്റിക്സും ന്യൂമറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ആണെന്ത് ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും. പിന്നെ സർഫസ് കെമിസ്ട്രി തിയറിയാണ്. വായിക്കാൻ നല്ല രസമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നല്ലപോലെ വായിക്കുക കേട്ടോ. ഡി ആൻഡ് അപ്ലോക്ക് ഇനോർഗാനിക്, കോർഡിനേഷൻ ഇനോർഗാനിക്കിൻ്റെ പാർട്ടാണ്. ഓർഗാനിക്കിൽ നിന്ന് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. റിലേറ്റീവ്ലി നമ്മൾ ആൽക്കോൾസ് ആൻഡ് ഫീനോൾസ് അതല്ലെങ്കിൽ ഹാലോ ആൽക്കിൻ, ഹാലോ അരീൻസ് ഇവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി ഈസി ചാപ്റ്റർ ആണ് എന്ത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അമീൻസും. ഈ 2 ചാപ്റ്റേഴ്സും ആക്ച്വലി ഓർഗാനിക്കിൽ പ്ലസ് 2 ഓർഗാനിക്കിൽ സിമ്പിൾ ചാപ്റ്റേഴ്സ് അങ്ങനെ തന്നെ പറയാലോ. അങ്ങനെ കൂടുതൽ മെക്കാനിസമോ കോംപ്ലക്സിറ്റിയോ ഇല്ലാത്ത 2 ചാപ്റ്റേഴ്സാണ്. എന്നാലും നമുക്ക് ഈ ചാപ്റ്റേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. CBSE ഒരു ടേം 2 എക്സാം പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ CBSEയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ആ ക്വസ്റ്റ്യൻസും അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടേം 2യുടെ ഒരു ഫോർമാറ്റ് എന്തുണ്ട്, എക്സാം സാമ്പിൾ ഫോർമാറ്റ് CBSEയുടെ സൈറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതിൽ റിലീസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ ആവാം. കേട്ടല്ലോ, റെഡി അല്ലേ? ഓക്കെ. അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ 1. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റഡ് ഇൻ NEET 2. ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ സെക്ഷൻ 1-ൽ 3 ക്വസ്റ്റ്യൻസ്, അതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ B-ൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും, ഓർ ഓപ്ഷൻസ് ഉണ്ടാവും. സെക്ഷൻ C വെറൈറ്റി ടൈപ്പ് ആയിരിക്കും. ഓക്കെ. സോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ 3 ഓപ്ഷൻ നമ്മൾ മുന്നിൽ തന്നിട്ടുണ്ട്, എയും ബിയും സിയും. സിംപ്ലി അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഓക്കെ. NEET 2 ഇതിൽ 2 സോൾവ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും സ്മൂത്തായ നമുക്ക് കോൺഫിഡൻസ് ഉള്ള 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ. ടൈം മാനേജ് ചെയ്യാനും കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാം. ഫസ്റ്റ് വൺ, pKa വാല്യൂഡ് ഓർഡർ എന്നാണ് പറയുന്നത്. pKa ഇറ്റ് ഈസ് സിമ്പിൾ ക്വാളിറ്റി ഓഫ് ആസിഡ്സ് ആണ്. യു നോ ലാർജർ ദ വാല്യൂ ഓഫ് Ka simply corresponds to stronger acids ആണ്, stronger acid. So if you have Ka values, you can simply compare Ka values to arrange the acids in their acid strength order. Or Ka and pKa, what is pKa? Means negative log Ka ആണ്, negative log Ka. So larger Ka means എന്താണ്, smaller pKa എന്ന് പറഞ്ഞാൽ stronger acid. A strong acid is characterized by smaller pKa value. അപ്പോൾ ഇതിൽ pKa വാല്യൂയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ഓർഡർ ആവാം. സിംപ്ലി യു ക്യാൻ അറേഞ്ച് നൗ ദം ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ pKa ടു സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രോങ്ങസ്റ്റ് ആസിഡ് അമംഗ് ദീസ് ആയിരിക്കും. ഇത് ഏതൊക്കെ ആസിഡ് നമുക്ക് പരിചയപ്പെടാൻ ആദ്യം. ഫസ്റ്റ് ഇറ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. It is benzoic acid. Secondly, phenol. Then third one, it is picric acid. Picric acid എന്ന് പറഞ്ഞാൽ you know it is 2,4,6 trinitrophenol എന്നാണ്. 2,4,6 trinitrophenol. It is picric acid. Then salicylic acid. ഇത് ചാപ്റ്റർ ആക്ച്വലി എന്താ പറയുക, സാലിസിലിക് ആസിഡ് അല്ലേ. ഇറ്റ് ഈസ് COOH ഗ്രൂപ്പ് അല്ലേ. യെസ്, ഓർത്തോ പൊസിഷനിൽ. ഇവിടെ സാലിസിലിക് ആസിഡ്, പിക്രിക് ആസിഡ്, ഫിനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ് ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കമ്പയർ ചെയ്യേണ്ട കോമ്പൗണ്ടുകൾ. സോ pKയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം സ്ട്രോങ്സ്റ്റ് ആസിഡ് ഇൻ ടു വീക്കസ്റ്റ് ആസിഡ്. അപ്പോൾ നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സിലാണ് ഈ 2 കോമ്പൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്.
പിന്നെ ബേസിക് ഐഡിയ ആണ് കുറച്ചൊക്കെ. പിന്നെ ഫിനോൾസ് ആൽക്കോൾസ് നമുക്ക് ചാപ്റ്ററിലില്ല, അവിടെ കമ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ട്രൈ ടു കമ്പയർ ദീസ് അസിഡിക് സ്ട്രെങ്ത് ഓർഡർ. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് എൻ ആസിഡ്, ഫോർത്ത് വൺ അഗെയിൻ COH an acid, ബട്ട് തേർഡ് വൺ ഇസ് പിക്രിക് ആസിഡ്. ഈ OH ഗ്രൂപ്പിന് ഓർത്തോയിലും പാറയിലും മെറ്റലും 3 നൈട്രോ ഗ്രൂപ്പ് സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ്റെ ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ റിങ് മസ്റ്റായിട്ടും വിഡ്രോ ചെയ്യും. അതൊരു OH ബോണ്ട് മോൾ പോളറൈസ് ചെയ്യപ്പെടും. ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് അമംഗ് ദീസ്. പിക്രിക് ആസിഡാണ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലീസ്റ്റ് pKa. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആരെ കൊടുക്കണം, നമ്മൾ പിക്രിക് ആസിഡിനെ കൊടുക്കണം. പിന്നെ അതിൽ ബെൻസോയിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്. ബെൻസോയിക് ആസിഡും സാലിസിലിക് ആസിഡ്സ് 2 ആസിഡ്സ് ഉണ്ട്. അതിൽ ഫീനോള് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാർബോക്സിലിക് ആസിഡ്സിനെ പോലെ അസിഡിക് അല്ല ആര്, ഫീനോള്. കാർബോക്സിലിക് ആസിഡിനെ പോലെ അസിഡിക് അല്ല ആര്, ഫീനോള്. അപ്പോൾ ഫീനോളാണ് ഇതിൽ ലീസ്റ്റ് വരിക. 4th പൊസിഷൻ ആർക്ക് വരും, ഫീനോളിന് വരും. ബട്ട് 2,4 ട്രൈനൈട്രോ ഫീനോൾ എന്താണ്, സ്ട്രോങ്ലി വിഡ്രോയിങ് ആയിട്ടുള്ള 3 നൈട്രോ ഗ്രൂപ്പ് അതിലുള്ളത് കൊണ്ടാണ് അതിൻ്റെ അസിഡിക് ക്യാരക്ടർ ബെൻസോയിക് ആസിഡിനേക്കാളും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2 ആൾ നമ്മുടെ മുന്നിൽ ബാക്കി. ഇപ്പോൾ മോസ്റ്റും ലീസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഒന്ന് പിക്രിക് ആസിഡാണ്, മറ്റൊരെണ്ണം ഫീനോളാണ്. ഇനി നെക്സ്റ്റ് 2 ആളിനിടയ്ക്കുണ്ട് ബെൻസോയിക് ആസിഡാണ്, സാലിസിലിക് ആസിഡ്. ഇതിൽ ആരാണ് മോർ ആസിഡിക്, ബെൻസോയിക്കോ സാലിസിലിക് ആസിഡോ? ബെൻസോയിക്കോ സാലിസിലിക് ആസിഡോ? ഇവിടെ എന്തായിരിക്കും, സാലിസിലിക് ആസിഡ് അല്ല, ഇറ്റ് ഇസ് ബെൻസോയിക് ആസിഡാണ്. സാലിസിലിക് ആസിഡാണ് മോസ്റ്റ് ആസിഡിക് വരിക, സാലിസിലിക് ആസിഡ്. സോ തേർഡ് വണ്. കാരണം COOHൻ്റെ ആസിഡിക് ക്വാളിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ആരുണ്ട്, അവിടെ OH ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഫീനോളിൻ്റെ ആസിഡിയും എൻഹാൻസ് ചെയ്യാൻ COH കൂടെ ഉണ്ട്. സോ ഇറ്റ് ഇസ് സാലിസിലിക് ആസിഡ് സെക്കൻഡ് പ്ലേസ്. ആൻഡ് ഫൈനലി തേർഡ് പ്ലേസിലാണ് ഒരു ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഓർഡർ എങ്ങനെ വരിക, പിക്രിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഫീനോൾ. pKയുടെ ഇൻക്രീസിങ് ഓർഡർ. pKയുടെ ഇൻക്രീസിങ് ഓർഡർ എങ്ങനെ വരിക, പിക്രിക് ആസിഡ്, ദെൻ സെക്കൻഡ്ലി സാലിസിലിക് ആസിഡ്, തേർഡ് വൺ ബെൻസോയിക് ആസിഡ്, ആൻഡ് ഫോർത്ത് വൺ ഫീനോൾ. ക്ലിയർ ആണോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് നമുക്കുള്ളത്. ഇനി ഓപ്ഷൻ സെക്കൻഡ് സെക്ഷൻ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൺഫ്യൂസിങ് ആണെങ്കിൽ അടുത്ത് നമുക്ക് എന്തുണ്ട്, N2 അറ്റൻഡ് ചെയ്താലും മതി. സോ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏതേ മതി അല്ലേ. അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ, മിഥൈൽ ടെർട്ടബ്യൂട്ടൽ കീറ്റോൺ, റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രോക്സിലാമീൻ. റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രോക്സിലാമീൻ. ഈ റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രോക്സിലാമീൻ എന്ന് പറഞ്ഞാൽ കാർബണിൽ ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതിലേക്കുള്ള റിയാക്ടിവിറ്റി മീൻസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ വിത്ത് എലിമിനേഷൻ ആണ്, മീൻസ് കണ്ടൻസേഷൻ ആണ് റിയാക്ഷൻ. അപ്പോൾ പ്രൊഡക്റ്റ് നമുക്കറിയാം സിഡർ ബോണ്ട് NOH, ഓക്സിമാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. സോ ബേസിക്കലി ഇറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ആണ്. സ്റ്റാർട്ട് ബൈ സ്റ്റെപ്പ് 1 ഓഫ് ദിസ് റിയാക്ഷൻ എന്താണ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. അപ്പോൾ ഇവിടെ O- C+ ഫോം ചെയ്യുക. ദെൻ ഈ ലോൺ പെയർ കൊണ്ട് എന്ത് ചെയ്യണം, ലോൺ പെയർ കൊണ്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. സോ ന്യൂക്ലിയോഫിലിക് അഡീഷനാണ്. അപ്പോൾ ഈ കാർബണിൽ വരുന്ന പ്ലസ് ഡെൻസിറ്റിയിലേക്കാണ് NH2OHൻ്റെ നൈട്രജനിലെ ലോൺ പെയർ ഉള്ള NH2 എന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ലോൺ പെയർ കൊണ്ട് C+ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഈ കാർബണിലെ പ്ലസ് ഡെൻസിറ്റി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കാർബണിലെ പ്ലസ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും, ഒരു ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ മോർ ഈസി ആയിരിക്കും. കാരണം പ്ലസ് മൈനസ് അട്രാക്ഷൻ ആണല്ലോ കോൺസെപ്റ്റ്. പ്ലസ് മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് ലോൺ പെയർ വെച്ചിട്ടാണ് പ്ലസിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കാർബണിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ നോക്കേണ്ട. നമുക്ക് 3 കോമ്പൗണ്ട് ഉണ്ട്. അസറ്റാൽഡിഹൈഡ് CH3 CHO, സെക്കൻഡ്ലി അസറ്റോൺ CH3 C double bond O CH3, then methyl tertibutyl ketone CH3 CO, then C tertibutyl എന്ന് പറഞ്ഞത് CH3 ഇതിലേക്കാണ് നമ്മൾ ന്യൂക്ലിയോഫിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എലിമിനേഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിയാക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്.
ഒന്നാമത്തത് ഈ ന്യൂക്ലിയോഫൈൽ പ്ലസിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് രണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പ്ലസ്സിലേക്കാണ് ന്യൂക്ലിയോഫൈൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ശരിയല്ലേ? ആ പ്ലസ് ഡെൻസിറ്റി ആണ് ഇവിടുത്തെ മെയിൻ ഒരു റീസൺ ആയിട്ട് പറയാവുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ആ പ്ലസ് ചാർജ് ഉള്ള കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഐ ഇഫക്റ്റ് ഒരു ഫാക്ടറാണ്, പ്ലസ് ഐ ഇഫക്റ്റ്. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾസിലെല്ലാം ഈ കാർബണിൽ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സി പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, അല്ലേ? കാർബൺ പ്ലസ്, ഓക്സിജന് മൈനസ് ചാർജ്, ശരിയല്ലേ? ഇവിടെ അസറ്റാൽഡിഹൈഡിൽ ഒരു പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ രണ്ട് പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, അല്ലേ? തേർഡ് കേസിലോ എഗെയിൻ പ്ലസ് ഐ ഗ്രൂപ്പ്സ് തന്നെയുള്ളത്. സോ നമ്പർ ഓഫ് പ്ലസ് ഐ ഗ്രൂപ്പ്സ് അവിടെ കൂടുതലാണ്, രണ്ട് സെക്കൻഡ് ആൻഡ് തേർഡ് എക്സാമ്പിൾ കൂടുതലാണ്. എന്നാൽ ഫസ്റ്റ് എക്സാമ്പിൾ ഒരു പ്ലസ് ഐ ഗ്രൂപ്പേ ഉള്ളൂ. ഈ പ്ലസ് ഐ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ആണ്, കാർബണിൻ്റെ പ്ലസ് ഡെൻസിറ്റി കുറക്കും എന്നുള്ളതാണ്. കാർബണിൻ്റെ പ്ലസ് ഡെൻസിറ്റി കുറഞ്ഞാൽ അവിടേക്ക് ന്യൂക്ലിയോഫൈലിന് അറ്റാക്കിൽ ഈ ഡിഫിക്കൽട്ട് ആവും, അല്ലെങ്കിൽ നോട്ട് ഫേവേർഡ് ആവും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. വായ്? കീറ്റോൺ രണ്ട് ഫെയിലിയറാണ്. ഒന്ന് പ്ലസ് ഐ ഗ്രൂപ്പ് രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പും കൂടെ റിലീസിങ് ക്വാളിറ്റി കാണിച്ചാൽ കാർബണിലെ പ്ലസ് ഡെൻസിറ്റി കുറയും, അപ്പോൾ അതിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ലെസ് ഫേവേർഡ് ആവും. അപ്പോൾ അങ്ങനെയെങ്കിൽ കോമ്പൗണ്ട് 1 ആൽഡിഹൈഡ് അസറ്റാൽഡിഹൈഡ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ടുവാർഡ്സ് ഹൈഡ്രോക്സിലാമീൻ. ബാക്കി രണ്ടാളും കീറ്റോൺ ആണ്, ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഒന്ന് പ്ലസ് ഐ ഇഫക്റ്റ് ആണ് എങ്കിൽ ദ മോസ്റ്റ് റിയാക്റ്റീവ് ആരാ? ഫസ്റ്റ് പ്ലേസ് ദിസ് അസറ്റാൽഡിഹൈഡ്, ദ മോസ്റ്റ് റിയാക്റ്റീവ്. രണ്ടാമത് ഈ കോമ്പൗണ്ട് 2 ആൻഡ് 3 എന്താണ്? കീറ്റോൺസ് ആണ്. കീറ്റോൺസിന് മറ്റൊരു ഫെയിലിയർ ആണ് ഹിൻഡ്രൻസ്, സ്റ്റെറിക് ഫാക്ടർ. അപ്പോൾ ഇവിടെ ഈ സി പ്ലസിലേക്ക് ന്യൂക്ലിയോഫൈലിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഈ ടെർഷ്യറി ബ്യൂട്ടിൽ വരുന്ന കേസ് അത് മോർ ബൾക്കിയർ ഗ്രൂപ്പാണ്. സോ ന്യൂക്ലിയോഫൈൽ cannot approach the central C+. This historically hindered ആണ്, more hindered. അപ്പോൾ തേർഡ് വൺ ലീസ്റ്റ് റിയാക്റ്റീവായി കീറ്റോൺ, അഗെയിൻ സ്റ്റെറിക് ഹിൻഡ്രൻസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓർഡർ എങ്ങനെയാണ് വരിക? സോ അസറ്റാൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ദാൻ അസറ്റോൺ, മോർ റിയാക്റ്റീവ് ദാൻ methyl tertibutyl ketone, the reactivity towards hydroxylamine. അവിടെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്? ഹൈഡ്രോക്സിലാമിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. ഇറ്റ് ഇസ് സിംപ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ the positive charge, the plus charge on the carbon atom by polarization or shift of pi bond. Plus density is affected by I effect as well as the approach of nucleophile is historically hindered by bulkier groups. So in the case of acetaldehyde, the plus I effect is less than others. So it is most favored. And again, second and third both are ketones and have 2 plus I groups on each carbon, each C plus. But in third case, it is more historically hindered than second case. So third case, the least chance, least reactive. Okay. Now, question number, let's see. Ethanol, ethanoic acid, benzoic acid, boiling point arrangement and boiling point arrangement. Ethanol, ethanoic acid and benzoic acid. അതിൽ ബോയിലിംഗ് പോയിന്റ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? എത്തനോള്, എത്തനോയിക് ആൻഡ് ബെൻസോയിക് അല്ലേ? ബോയിലിംഗ് പോയിന്റ് രണ്ട് രീതിയിലാണ് ഡിപ്പെൻഡൻ്റ് ചെയ്യാറുള്ളത്. ഒന്ന് ഇൻട്രാക്ഷൻ തന്നെയാണ്, ഒന്നേതാണ് ഇൻട്രാക്ഷൻ തന്നെയാണ്. രണ്ട് മറ്റേ ഫാക്ടറാണ് എന്താ പറയുക, മാസും ഒരു ഫാക്ടറാണ് അല്ലേ? സോ ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓൺ നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ് ആണ്. സേ എത്തനോൾ CH3 CH2 OH, ethanoic acid CH3 COOH, in which case they can interact themselves each other much more. In the second case, in the case of alcohol, there is only one OH bond through which hydrogen bonding association is allowed. But in acid, they can associate through OH as well as through oxygen. So number of interactions is more in the case of acid. Carboxylic acid, the number of intermolecular association is more than that in the alcohols. So ethanol and ethanoic acid, when compared, ethanoic acid having higher boiling point than ethanol. Now ethanoic acid and benzoic acid, both ethanoic and benzoic acid have same functional group, but side part is different.
It is benzene ring, it's only CH3. So it is high molecular mass. It is high molecular mass. Okay. So അങ്ങനെയെങ്കിൽ ബെൻസോയിക് ആസിഡ് ഹയർ ബോയിലിംഗ് പോയിന്റ്. നമ്മുടെ രണ്ടാക്കും എന്താണ് സെയിം ഫംഗ്ഷനിലാണ്. സോ സെയിം എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷൻ, ബട്ട് ബെൻസോയിക് ആസിഡ് വിത്ത് ഹയർ മോളിക്കുലർ മാസ്. സോ ആസ് മാസ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് അസോസിയേഷൻ്റെ ടൈമിൽ ആസിഡ്സ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ, അത് നിങ്ങളോട് ശ്രദ്ധിച്ചിട്ടോ, കാർബോക്സിലിക് ആസിഡ്സിന് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽക്കഹോൾസ്, അമീൻസ്, ഹാലൈഡ്സ്, ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടോട് കമ്പയർ ചെയ്യുമ്പോഴും കാർബോക്സിലിക് ആസിഡ്സിൻ്റെ ഹയർ ബോയിലിംഗ് കൊണ്ട് കാണിക്കാറുള്ളത്. അത് ഈ COH എന്ന ഗ്രൂപ്പിൻ്റെ ഒരു മൾട്ടി പോളർ നേച്ചറാണ്. OH ആൻഡ് CO ബോണ്ട് അവിടെ ഉണ്ട് ടു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. സോ ഇന്റർമോളിക്കുലർ അസോസിയേഷൻ സ്ട്രോങ്ങർ ഇൻ ദി കേസ് ഓഫ് ആസിഡ്സ്. ഇവൻ സെക്കൻഡ് ഓക്കെ. സോ പിന്നെ അവിടെ വരിക സെയിം ഫങ്ഷണൽ പാർട്ട് വന്നാൽ പിന്നെ അവിടെ നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. then you can compare what is molecular mass. Greater the mass, greater will be boiling point. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 3 കേസ്. സോ ഐ പ്രിഫർ ടു സെലക്ട് ബി ആൻഡ് സി. വൈ? ഫിനോൾ ആൻഡ് പിക്രിക് ആസിഡ് ഇസ് നോട്ട് ബിലോങ്സ് ടു ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് അത് നമുക്ക് തൽക്കാലം ഈ ടൈമിൽ ഇല്ലാത്ത ആൽക്കോൾ ഫിനോളിലെ സെഷൻ ആയതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ബൾക്ക് കമ്പാരിസൺ നിങ്ങളെ സംബന്ധിച്ച് ഡിഫിക്കൽട്ട് ആയേക്കാം. ഓക്കെ. നിങ്ങൾ ബേസിക് മെക്കാനിസം അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബി ആൻഡ് സി പ്രിഫറബിളി സെലക്ട് ചെയ്യാം. എവിടെയും എന്തുണ്ടാവും? ഒരു സ്കോപ്പ് ഉണ്ടാവും, നോ ഡൗട്ട്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടാകും കേട്ടോ. സോ സെലക്ട് ചെയ്യുക, ബെസ്റ്റ് ആൻസർ, ബെസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, അത് ആൻസർ ചെയ്യാൻ പഠിക്കുക കേട്ടല്ലോ. ശരി. ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ മെക്കാനിസം, അതിൻ്റെ ഒരു റിയാക്ടിവിറ്റി ഓർഡർ പഠിച്ചു കഴിഞ്ഞു. ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുന്നതിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞു. ദെൻ ആസിഡിക് ക്യാരക്ടർ കമ്പാരിസൺ പഠിച്ചു കഴിഞ്ഞു. Now, solutions of two electrolytes A and B are diluted. The molar conductance of B increases 1.5 times, while that of A increases 25 times. Which of the two strong electrolyte? Which of the two is the stronger electrolyte? So, on dilution, with dilution, just for your answer, graphically show behavior of A and B. ഇത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോയിൽ വരുന്ന കണ്ടക്ഷൻ, റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടൻസ്, ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ വരുന്ന ഭാഗമല്ലേ, ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടല്ലോ. അപ്പോൾ രണ്ട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, എയും ബിയും ആണ്. അല്ലെ എ ആൻഡ് ബിയുടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള എന്താണ്? വിത്ത് ഡയലൂഷൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബി ഇൻക്രീസസ് 1.5 times, while that of A increases 25 times. So more increase is with A ആണ്. സോ എക്ക് മോർ ഇൻക്രീസ് ഉണ്ടായി എന്തിൽ? കണ്ടക്ഷനിൽ. അതേസമയം ബിക്കാണെങ്കിലോ ഇറ്റ് ഈസ് വെരി സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് സ്ട്രോങ്, ഏതാണ് വീക്ക് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിച്ചൊരു ഗ്രാഫ് ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മോളാർ കണ്ടക്ഷൻ വേഴ്സസ് ഡയലൂഷൻ, മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് ഡയലൂഷൻ. ഇവിടെ ഒരു സ്ട്രോങ്ങർ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഓൾറെഡി ആൾ കംപ്ലീറ്റ് അയണൈസ്ഡ് ആണ്. കംപ്ലീറ്റ് അയണൈസ്ഡ് ആണ്. സോ എ ലാർജ് നമ്പർ ഓഫ് അയോൺസ് ആർ ദെയർ, ബട്ട് ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ദർ മച്ച് മോർ ടുഗെദർ ആണ്, ക്ലോസർ ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് വർക്കിംഗ് വെരി വെൽ. സോ ദ കണ്ടക്ടിവിറ്റി ഇസ് ലോ, ബട്ട് കമ്പയർഡ് ടു അതർ ഇലക്ട്രോലൈറ്റ്സ് ഇറ്റ് ഇസ് ബെറ്റർ, ബട്ട് ദേ ആർ ഇൻട്രാക്റ്റഡ്. വൈ? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആകുമ്പോൾ എന്താണ്? ഇവിടെ കാറ്റോൺസും ആനോൺസും അടുത്തടുത്തായിരിക്കും, ക്ലോസർ ആയിരിക്കും. സോ റിലേറ്റീവ്ലി അവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം? മോർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? മൊബിലിറ്റി കാണിക്കാം, കണ്ടക്ഷൻ കാണിക്കാം. അപ്പോൾ അവർ അടുത്തടുത്താകുമ്പോൾ മച്ച് മോർ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അവിടെ സീൻ എന്താണ്? അവിടെ ഇൻ്റർ അയോണിക് ഇൻട്രാക്ഷൻസ് സ്ലൈറ്റ്ലി വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് കണ്ടക്ഷൻ കുറച്ച് കുറവായിരിക്കും. നമ്മൾ എന്നിരുന്നാലും എന്താണ്? ഡ്യൂ ടു കംപ്ലീറ്റ് അയോണൈസേഷൻ and a huge amount of ions, the conduction is high itself. So root C അങ്ങോട്ട് ഇൻക്രീസ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ടുവാർഡ്സ് ഒറിജിൻ എന്താണ്? ഇറ്റ് ഈസ് ഡയല്യൂഷൻ ടുവാർഡ്സ് ഒറിജിൻ. ഇങ്ങോട്ട് എന്താണ്? ഡയല്യൂഷനാണ്. വിത്ത് ഡയല്യൂഷൻ ഓൺ അഡീഷൻ ഓഫ് വാട്ട് ഹാപ്പൻഡ്? The intranic interaction weakened in the case of stronger electrolyte. Strong electrolyte കേസിൽ ഇന്ററാനിക് ഇൻട്രാക്ഷൻസ് വീക്കൻ ചെയ്യും. അത് വീക്കൻ ചെയ്താലോ ions are much more free to now conduct electricity.
but they are already highly conducting ആണ്. And due to this dilution, there again some free up. They are free from inorganic remaining residual inorganic interactions. അതിൽ നിന്ന് ഫ്രീ അപ്പ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, കണ്ടക്ഷൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. സോ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കാണാം. യെസ്, ജസ്റ്റ് ലൈക്ക് ദിസ്. But for a weaker electrolyte, it's only partially dissociated in concentrated solution. It shows only very slight conduction. With dilution, the dissociation increases. Degree of dissociation increases, and finally a sudden increase is observed. Okay, at the infinite dilution, they are highly conducting. Okay, so അങ്ങനെയെങ്കിൽ slight increase for stronger electrode. Why? They are already have very high conduction due to complete ionization, but the increase is very small. Why? They are already having higher value. And again, they're almost free, but there are some inorganic interactions. With the dilution, these inorganic interactions weakens, so there's a slight increase in conduction. There is no increase in number of ions, but there's only weakening of inorganic interactions. But for a weaker electrolyte, with dilution, the dissociation increases. Degree of dissociation increase. More and more ions are formed, and finally they show very good conductance. So it is B and A is one. A B for stronger electrolyte, strong electrolyte, and A for weak electrolyte. Okay, so ഇവിടെ നമ്മൾ ചോദിച്ചു which is a stronger one എന്ന് ചോദിച്ചത്, it is B, which show a slight increase in the conduction. And justify your answer. You have justified that and graphically show the behavior of A and B. Here A is a weaker electrolyte and B is strong electrolyte. ഇവിടെ നിങ്ങൾ ഇനി ഒരു കോൾഡ്രിഷസ് ലോ കേട്ടണം. കോൾഡ്രിഷസ് ലോയിലുള്ളത് ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഇപ്പം നമ്മളിങ്ങനെ ഡയലൂട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ എത്തും? വാട്ട് ഈസ് ദ മാക്സിമം conduction, maximum conductivity that can be obtained from a solution എന്ന് വെച്ചാൽ at infinite dilution ആയിരിക്കും. The maximum conduction observed at infinite dilution, maximum molar conduction obtained at molar infinite condition. പക്ഷേ infinite dilution how can be attained? You can attain by extrapolating the graph. This is what happened in the case of a stronger electrolyte. This is called lambda m0, limiting molar conductivity. And for a weaker electrolyte, this graph, this plot is most like this. Other meet here, no idea, so at infinity. So you cannot calculate the infinite molar conductivity for a weaker electrolyte graphically. But for a strong electrolyte, you can calculate it graphically. But for a weak, it is impossible to determine the limiting molar conductivity graphical method. അവിടെയാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക? കോൾഡ്രിഷസ് ലോ യൂസ് ചെയ്യാൻ പറ്റുക. Say for example, അസറ്റിക് ആസിഡ്. ഈ അസറ്റിക് ആസിഡ് വീക്ക് ആസിഡാണ്. ലയണൈസ് അതിൽ C3CO- ഉണ്ടാവും, H+ ഉണ്ടാവും. ഈ അയോൺസിൻ്റെ കണ്ടക്ഷനാണ് അസറ്റിക് ആസിഡിൻ്റെ കണ്ടക്ഷൻ ആണല്ലോ. അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ആർ എക്സ്പെക്ടിങ് ദ വീക്കർ ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. What's infinite dilution means? The electrolyte completely dissociated. ക്ലിയർ ആണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലി ഇൻഫിനിറ്റ് ഡയലൂഷന് എഗെയിൻസ്റ്റ് അതിൻ്റെ കണ്ടക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അവിടെ നമുക്ക് കോറിലേഷൻസിലുണ്ട്. ആക്ച്വലി ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ്, ദ മാക്സിമം കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ അയോൺസ് ആണ്. രണ്ടാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സം ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ടാളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വേണം. അതിന് നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഏത് ഓപ്ഷനുള്ളത്? CH3COONA കണ്ടക്ഷൻ മെഷർ ചെയ്താൽ മതി. NaClൻ്റെ കണ്ടക്ഷൻ മെഷർ ചെയ്യുക, HClൻ്റെ മെഷർ ചെയ്യുക. അപ്പോൾ C3CONA സാൾട്ടാണ്, ഇവരെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. From this you will get this conduction of acetate plus Na+. NaCl ആണെങ്കിലോ Na+ ആണ്ട് സി എലിമെൻറ്റ്സിൻ്റെ സം ആയിരിക്കും. HCl ആണെങ്കിലോ H+ൻ്റെയും സി എലിമെൻറ്റ്സിൻ്റെ കണ്ടക്ഷൻ്റെ സം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തത്? നമുക്ക് ആകെ വേണ്ടതാണ് ഇൻഫിനിറ്റ് ഡയലൂഷനിൽ അസറ്റേറ്റ് ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇൻഫിനിറ്റ് ഡയലൂഷനിൽ H+ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ആ രണ്ട് സമ്മാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മതി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇയാളെ സം ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ ആര് വരും? ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് Na+ വരും ആൻഡ് ദാറ്റ് ഓഫ് Cl വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? this one 2, so simply add 1 and 2. then അവിടെ ആരെ എക്സസ് ഉണ്ട്? എക്സ്ട്രാ Na+ ഉള്ളിൽ. അപ്പോൾ ഈ വാല്യൂടെ മൈനസ് ചെയ്താൽ മതി. so 1 + 2, this one 3, so -3. you will get this value. so this is called Cauchy-Riesch's law. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ കണ്ടക്ഷൻ സമയത്ത് തന്നെ Cauchy-Riesch's lawയും അതിൻ്റെ ആപ്ലിക്കേഷനും വർക്ക് ചെയ്തുകൊള്ളുക. കേട്ടല്ലോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് എന്താണ്? ആൽഡിഹൈഡ്സിന് കീറ്റോണിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ റീസൺ ടു സപ്പോർട്ട് ദ ആൻസർ. പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഈസ് എസെൻഷ്യൽ ഫോർ ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഫ ഹൈഡ്രജൻ അവിടെ മാൻഡേറ്ററി ആണോ അല്ലേ? ഇവിടെ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നമുക്കറിയാം. CH3COH. ഈ റിയാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നറിയോ? ഒരു ആൽഡിഹൈഡ് CH3C=OH. ഈ കാർബണിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് ആളുടെ ആൽഫ പൊസിഷനിൽ വരുന്ന കാർബണിൽ എച്ചിന് എന്തുണ്ട്? സ്ലൈറ്റ് ആസിഡിക് നേച്ചർ ഉണ്ടാവും. ആൽഫ എച്ച് എന്താണ് ഹിയർ? ആസിഡിക് ഇൻ നേച്ചറാണ്. ആസിഡിക് നേച്ചർ. ഓക്കെ, അപ്പോൾ ഒരു ആസിഡിക് നേച്ചറുള്ള ആൽഫ എച്ച്, ആ ആൽഫ എച്ചിനെ ഒരു സ്ട്രോങ്ങർ ബേസ് വന്നിട്ട് എന്തെങ്കിലും വിളിക്കണം. സ്ട്രോങ് ബേസ് വന്ന് വിളിച്ചു. അപ്പോൾ ആൾ H+ വിട്ട് കൊടുത്തിട്ട് CH2- ആയിട്ട് മാറി. ഈ CH2- ആണ് നമ്മൾ രണ്ടാമത്തെ ആൾഡിഹൈഡിൻ്റെ C+ലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ. ഇവിടെ ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യുക, കാർബാനിയോൺ ഫോം ചെയ്യുക എന്നൊരു പർപ്പസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരമൊരു പോസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ, അത്തരമൊരു കാർബാനിയോണിക് ന്യൂക്ലിയോഫൈൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യണമെങ്കിൽ, അത്തരമൊരു അറ്റാക്കിംഗ് ഏജൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ബേസിനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന H+ അഥവാ ആസിഡിക് H ഉള്ള കോമ്പൗണ്ട് ആവണം. ഹിയർ α2 carbonyl group, the hydrogen that is α2 carbonyl group is slightly acidic in nature. So that can be influenced by external field. That can be abstracted by OH- of the base. മനസ്സിലായോ? So presence of alpha hydrogen in aldehydes and ketones is essential for aldol condensation. ശരിയല്ലേ? How can you explain this concept? അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? Where a nucleophile generation as alpha H removal by a nucleophile should be formed as removal of hydrogen the acidic H, which is α2 carbonyl group. So it is very important. Is there any അവിടെ ഒരു ആൽഫയിൽ ആൽഫ കാർബണിൽ എച്ച് ഇല്ല എന്ന് വിചാരിക്കുക, അതിൽ വേറെ 3 കാർബൺ ആറ്റംസ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ എന്ത് ഫോം ചെയ്യില്ല? ഒരു ബേസ് വന്നിട്ട് ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണോ? ഇല്ല. ദർ ഇസ് നോ ആസിഡിക് എച്ച്. ഇറ്റ് കനോട്ട് അബ്സ്ട്രാക്ട് ഹൈഡ്രജൻ ഫ്രം എനി കാർബൺ. അല്ലേ? ആൽഫയിലില്ല. കാരണം ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇയാളുടെ ഒരു വിഡ്രോയിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആൽഫയിൽ എച്ചിലെങ്കിലും ഒരു ബീറ്റന്ന് എടുത്താൽ മതിയോ? കാരണം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അവിടേക്ക് ഫെയിൽ ആവും. സോ അസിഡിക് എച്ച് എവിടെയുള്ളത്? ആൽഫ കാർബൺ എച്ച് ഉണ്ടല്ലോ, എന്തായിരിക്കും മസ്റ്റായിട്ടും അസിഡിക് എച്ച് ആണ്. അത്തരം ഒരു അസിഡിക് എച്ചിനെ വേണം സ്ട്രോങ്ങർ ബേസ് വെച്ചിട്ട് അബ്സ്ട്രാക്ട് ചെയ്യാൻ. അങ്ങനെ അവിടെ എന്ത് ഫോം ചെയ്തൊരു കാർബാനിയോണിക് ന്യൂക്ലിയോഫിലിക് ഇൻ്റർമീഡിയറ്റ് വേണം. അയാൾ വേണം ആര് അറ്റാക്ക് ചെയ്യാൻ? റിയാക്ട് ചെയ്തിട്ടില്ലാത്ത ഇയാളുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ പ്രൊഡക്റ്റ് വരിക? CH3CO-H, then CH2CHO, and finally it is rearranges to OH. It is aldehyde and it is alcohol. Then aldehyde and alcohol together called aldol. എന്താ പറയുക? aldol. So aldol ഫോം ചെയ്തു. Now aldolum another acidic H കൊണ്ട് കണ്ടൻസ് ചെയ്യാം. CH2 അല്ലേ, അവിടെ H ഉണ്ടാവും. ഇത് നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എന്താ പറയുക? CH3CH_CHCHO. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് വരിക. എനിവേ, അവിടെ ആൽഡോൾ കണ്ടൻസേഷന് ആൽഫ ഹൈഡ്രജൻസ് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അതില്ലെങ്കിൽ അവിടെ നിന്നില്ല, റിയാക്ഷൻ നടക്കില്ല, ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കില്ല. കേട്ടല്ലോ? നൗ തേർഡ് വൺ അതിൽ സെക്കൻഡ് വൺ അതിൽ 3-hydroxypentan 2 ഷോസ് പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ്. ഈ കോമ്പൗണ്ട് ഏതാ? ടോളറൻസ് ടെസ്റ്റ്. ആരാണ് ടോളറൻസ് റിയേജൻറ്റ്? ടോളറൻസ് റിയേജൻറ്റ് ആരാണ്? ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കെമിക്കലി അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അപ്പോൾ AgNH3 twice
പ്ലസ് ആൻഡ് നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് സിംപ്ലി കോൾഡ് ഇസ് കോൾഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഹിയർ Ag+ is acting as oxidizing agent. It's a mild oxidizing agent. ഇതാണ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇറ്റ് ക്യാൻ ഓക്സിഡൈസ് എ റിയാക്റ്റീവ് ഗ്രൂപ്പ് ആൻ ആക്റ്റീവ് ഗ്രൂപ്പ് അല്ലേ. നോർമലി ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാണ് ഫില്ലിംഗ് സൊല്യൂഷനോ ടോളറൻസ് റിയേജൻറ്റിനോ ആവില്ല. സോറി, യെസ് ദേ ക്യാൻ ഡു ഇറ്റ്. Okay, they are mild oxidizing agent. They can oxidize CHO into COOH. At the same time, a keto group filling solution or tolerance reagent will not oxidize what is carbonyl group. They cannot. Okay, then how 3-hydroxy pentan 2-on 3-hydroxy 1, 2, 3 അല്ലേ. 3-hydroxy pentan 2-on CH3 CH2 C and CH3. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് 3-hydroxy pentan 2-on. ഇയാൾ പോസിറ്റീവ് ടെസ്റ്റ് ടോളറൻസ് ടെസ്റ്റ് കാണിക്കുമോ? നോർമലി ഈ ഫില്ലിംഗ്സ് ടെസ്റ്റ് ആൻഡ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു ഡിസ്റ്റിംഗ്വിഷ് വെദർ ഇറ്റ് ഈസ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡ് ക്യാൻ ഷോ ദിസ് ടെസ്റ്റ് വെറാസ് കീറ്റോൺസ് ക്യാൻ നോട്ട് ഷോ ദിസ് ടെസ്റ്റ്. അപ്പം അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു പോസിബിലിറ്റി നമ്മൾ അലോ ചെയ്യില്ല. പക്ഷെ അവിടെ കീറ്റോൺ അല്ല ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്, പകരം എന്ത് ചെയ്യും, ഈ സെക്കൻഡറി ആൽക്കഹോൾ മേ അണ്ടർഗോ oxidation. It is oxidized. So tolerance test is there, but it is not the test of ketone. Normally ketone test alla, it is alcohol which can undergo oxidation by treating with a mild oxidizing agent. So tolerance reagent ആണ് filling solution. What is filling solution? Filling A എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്, ആൻഡ് ഫില്ലിംഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം പൊട്ടാസ്യം ടാറ്ററൈറ്റ് ആണ്, റോഷനിലെ സാൾട്ട് ആണ്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 രണ്ട് കേസ് സ്റ്റഡി. അവിടെ പോളിസ്റ്റിക് ടോളറൻസ് ടെസ്റ്റ് കാണിക്കേണ്ടത് ആരാണ്? ഇറ്റ് ഈസ് ആൽഡിഹൈഡ്സ് ആണ്. ആൻഡ് അഗെയിൻ ആൽഫ ടെർമിനൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസിനാവാം. പിന്നെ കീറ്റോ ഗ്രൂപ്പിൻ്റെ നിയറസ്റ്റ് പൊസിഷനിൽ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് വന്നാലും പോസിബിലിറ്റി ഈസ് ദെയർ. ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഓഫ് കീറ്റോ ഗ്രൂപ്പ് എന്ന് ശ്രദ്ധിക്കണം അവിടെ കേട്ടോ. സോ ഇറ്റ്സ് നോട്ട് ഓക്സിഡേഷൻ ഓഫ് കീറ്റോ ബട്ട് ഇറ്റ്സ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. കുറച്ച് വെള്ളം കുടിക്കലല്ലേ. Okay, now account for the following. Aniline cannot be prepared by ammonolysis of chlorobenzene under normal condition. നമ്മുടെ അനിലിൻ അമീൻസ് എന്ന ചാപ്റ്ററിലെ അമീൻസ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എന്ത്, അല്ല അതിൽ വരുന്ന ടോപ്പിക്കാണ് അനിലിൻ ആണല്ലോ. അപ്പോൾ അതിൽ അനിലിൻ്റെ പ്രിപ്പറേഷൻ ബൈ അമോണോലൈസിസ് ആണ് ഫ്രം ക്ലോറോബെൻസീൻ. അമോണോലൈസിസ് ഓർക്കുണ്ടോ നിങ്ങൾ? അമോണോലൈസിസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, RX plus ammonia gives RNH3 plus and X minus, which remove HX and become RNH2. It's amine. ഇവിടെ ഈ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം അറിയണം. എന്താണെന്നറിയോ? ഈ റിയാക്ഷൻ ഏത് ടൈപ്പാണെന്ന് അറിയണം. ഇറ്റ് ഈസ് സിംപ്ലി വാട്ട് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പോഴത്തെ ന്യൂക്ലിയോഫൈൽ ആരാന്നറിയോ? ഇപ്പോഴത്തെ ന്യൂക്ലിയോഫൈൽ അമോണിയയാണ്. അപ്പോൾ അമോണിയ എന്ന ന്യൂക്ലിയോഫൈൽ RX എന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെക്ക് അടുത്തോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഈ ആൽക്കൈൽ ഹാലൈഡിലെ ആൽക്കൈലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ X മൈനസ് ഒന്ന് ലീവ് ചെയ്യണം. ഇതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ന്യൂക്ലിയോഫൈൽ ഇതാ ഈ ആറിലേക്ക് കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു X മൈനസ് എന്ന ലീവിങ് ഗ്രൂപ്പിൽ ലീവ് ചെയ്യണം. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുക? NU. ഹിയർ ഇറ്റ് ഈസ് RNH2 അല്ലേ. അതേസമയം HX ആയിട്ട് അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് നോർമല്. എന്നാൽ അനിലിൻ, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം വഴി അനിലിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ
ന്യൂക്ലിയോഫൈലിട്ട് അമോണിയ വന്നിട്ട് ക്ലോറോബെൻസീൻ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ക്ലോറോബെൻസീൻ ആൻഡ് അമോണിയ. ഇവിടെ അമോണിയ എന്ന ന്യൂക്ലിയോഫൈൽ ഈ കാർബൺ അറ്റാക്ക് ചെയ്യണം, ക്ലോറൈഡ് ലീവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം. പക്ഷെ നടക്കില്ല. വൈ? ക്ലോറോബെൻസീനിൽ കാർബൺ ക്ലോറിൻ ബോണ്ടിന് ഡ്യൂ ടു റെസൊണൻസ് ഇറ്റ്സ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ടു സ്ട്രോങ്ങർ ബോണ്ട് ആൻഡ് സ്റ്റേബിൾ ബോണ്ട്, ബോൾഡ് ബോണ്ട്. അപ്പോൾ അവിടെ ക്ലോറിൻ ഈസ് സ്ട്രോങ്ലി ഹെൽഡ് ഓൺ അ റിംഗ് ഡ്യൂ ടു റെസൊണൻസ്. അപ്പോൾ നോർമൽ ഒരു RCl പോലെയോ CH3 CH2 Cl പോലെയോ എന്തല്ല സ്മൂത്ത് ആവില്ല. ക്ലോറോബെൻസീനിൽ നിന്ന് ക്ലോറിൻ ഒഴിവാക്കണം. വൈ? 4 റീസൺസ് പറയുന്നുണ്ട്, നമുക്കറിയാം. അതിലെന്താണ്? ക്ലോറിൻ ഡ്യൂ ടു റെസൊണൻസ് ഇറ്റ് ക്യാൻ ഫോം പൈ ബോണ്ട് വിത്ത് കാർബൺ ഓർ മൾട്ടിപ്പിൾ ബോണ്ട് ഓർ ഡബിൾ ബോണ്ട്. അതാണ് ഒരു റീസൺ. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ അറൈൽ അമീൻസ് ആർ വെരി ഡിഫിക്കൾട്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എക്ക് നിങ്ങൾ എന്താ ആൻസർ കൊടുക്കണ്ടേ? അവിടെ ഇറ്റ് ഇസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് chlorobenzene is aryl halide. Aryl halide do not participate in nucleophilic substitution reaction where they undergoes electrophilic substitution and there is no nucleophilic substitution. Okay. Now B. N-ethyl amine boils at 329.3 Kelvin and butylamine boils at 350.8 Kelvin. Although both are isomeric in nature, N-ethyl ethanamine CH3 CH2 NH CH2 CH3 ഇതാണ് എന്ത്? N-ethyl ethanamine. ആൻഡ് സെക്കൻഡ് വൺ ആരാണ്? ബ്യൂട്ടാനാമിൻ CH3 CH2 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 NH2. ഇറ്റ് ഇസ് ബ്യൂട്ടാനാമിൻ. ഇവിടെ N-ethyl ethanamine boils at 329 and 329.3 Kelvin ആണ്. At the same time butanamine boils at 350 Kelvin, 0.8 Kelvin. Okay, both are isomeric. For amines നമ്മൾ ബോയിലിംഗ് പോയിന്റ് എങ്ങനെ കമ്പയർ ചെയ്യുക? ഫസ്റ്റ് യു ക്യാൻ ടേക്ക് ദ മാസ് കൂടിയാലേ ബോയിലിംഗ് പോയിന്റ് കൂടും. രണ്ട്, ഐസോമറിക് അമീൻസ് ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഐസോമറിക് അമീൻസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ നോക്കണ്ടേ പ്രൈമറി അമീൻ ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ എന്നാണ്. പ്രൈമറി അമീൻസ് ആർ having higher boiling mood than secondary than tertiary. Primary amines ആണ് higher boiling mood than secondary and tertiary. Why? Primary amine രണ്ട് NH bond through which they can associate. In secondary amine there is only one NH bond and tertiary there is no NH bond. അവിടെ എന്തില്ല? NH bond ഇല്ല, polar bond ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ more associated in the case of primary amine than secondary than tertiary. So which is higher boiling point? It is primary higher boiling than secondary than tertiary. Clear അല്ലേ? Primary, secondary and tertiary. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇയാളെ നമുക്ക് പരിചയപ്പെട്ടാലോ? തന്നിട്ടുള്ള എക്സാമ്പിൾ ഇയാൾ എന്താണ്? സെക്കൻഡറി അമീൻ and this one primary amine. So primary amines higher boiling point than secondary amine. ശരിയായില്ലേ? സോ പ്രൈമറി ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ് മാസ് സെയിം ആണോ? മാസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഹയർ മാസുകൾക്ക് ഹയർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. മാസ് കൂടിയാൽ പെട്ടെന്ന് വോളറ്റൈൽ ആവില്ല. അതേസമയം മാസ് സെയിം ആണെങ്കിൽ ഐസോമറിക് വന്നാലോ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യുക. പ്രൈമറി മോർ ബേസിക് ദാൻ സെക്കൻഡറി, മോർ ബേസിക് ദാൻ ടെർഷറി. ആൻഡ് ഫോർ the given question a secondary amine N-ethyl ethanamine and കൂടുതൽ ആൾ N-butyl amine ആണ്. കേട്ടല്ലോ? 350 Kelvin ഹയർ വാല്യൂ വരെയുള്ള കാരണം എന്താണ്? ഇറ്റ് ഇസ് പ്രൈമറി അമിനോ ഗ്രൂപ്പ്. ഇനി അസൈലേഷൻ ഓഫ് അനിലിൻ ഇസ് carried out in presence of pyridine. അസൈലേഷൻ ഓഫ് അനിലിൻ carried out in presence of pyridine. അതിന് ജസ്റ്റിഫൈ ചെയ്യണം. സോ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 for each. 3 mark question. First aniline NH2. This is aniline. On acylation CH3 COCl acylation.
So NH2 become CO NH2. Okay, it is an CH3 CH3. ഇതാണ് അസറ്റൈനിലൈഡ് എന്ന് പറഞ്ഞാൽ. അസൈലേഷൻ ഓഫ് ആനിലിൻ കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് പീരിയഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, NH2-ലെ H ആണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് CH3COCl നിന്ന് CH3COCl നിന്ന് COCl-ആണ് എൻ്റർ ചെയ്യുന്നത്. ഈ പാർട്ട് എൻ്റർ ചെയ്യുന്നു, H+ ലീവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ H ഉം Cl-ഉം കൂടെ എന്തുണ്ടാവുക, ബൈ പ്രൊഡക്റ്റായിട്ട് HCl ഫോം ചെയ്യും. ഈ ബൈ പ്രൊഡക്റ്റായ HCl-നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വിക്കലി ആ സ്പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ തമ്മിൽ റീകമ്പൈൻ ചെയ്യപ്പെടാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാവും. അവിടെ ഹൈഡ്രോളൈസിസ് നടക്കപ്പെടും, അവിടെ കൂടുതൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. അവിടെ എന്താ മാർഗം, അസൈലേഷൻ ഓഫ് ആനിലിൻ കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് പീരിഡിൻ. പീരിഡിൻ ഒരു ബേസാണ്. വാട്ട് ഈസ് പീരിഡിൻ? ഇറ്റ്സ് എ ബേസ്. അപ്പോൾ when the reaction is conducted as a byproduct, HCl is formed and pyridine can neutralize what is HCl present. ആ HCl-നെ ആര് ന്യൂട്രലൈസ് ചെയ്യും, ആര് കൺസ്യൂം ചെയ്യും, pyridine കൺസ്യൂം ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. സോ അസൈലേഷൻ ഓഫ് ആനിലിൻ കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് pyridine. pyridine എന്തിനാണ്, ടു അബ്സോർബ്, ടു ന്യൂട്രലൈസ് ദ ബൈ പ്രൊഡക്റ്റ് ആസ് ഫോംഡ്. ഓക്കെ, ദാറ്റ്സ് എ യൂസ്. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണ്, when one of the product is consumed out, the reaction shifted forward. When product increases, backward. When products are removed, forward reaction. Le-Chatelier പ്രിൻസിപ്പിളിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അസൈൻഡ് സിലബസിലെ വരുന്ന പാർട്ട് തന്നെയാണ് കേട്ടല്ലോ. നമ്പർ 5 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺവേർട്ട് ദ ഫോളോയിങ്. സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് എൻഡ് കോമ്പൗണ്ട് തരും നമുക്ക്, എന്നിട്ട് നമ്മോട് പറയും കൺവേർട്ട് ചെയ്യാൻ പറയും. കൺവേർട്ടിങ് വൺ ഇൻ ടു അനദർ വൺ. ഫീനോൾ ഇൻ ടു N-ഫെനൈൽ എത്തനമൈഡ്. കേസ് 1 എന്താണ്, അപ്പോൾ ഇതൊരു സിറ്റുവേഷൻ മാത്രം, കേസ് മാത്രമേ ആയിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബാക്കി ആൽക്കഹോളുമായിട്ടും ഹലോയുമായിട്ടും കണക്ഷനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ചെയ്യുമ്പോൾ പ്രയാസം നേരിടാം. ബട്ട് നമ്മുടെ സിലബസിൽ ഇപ്പോൾ എന്താണ്, ടേം 2-ലേക്ക് ആൽഡിഹൈഡ്, കീറ്റോൺസ്, അമീൻസ് തുടങ്ങിയ ചാപ്റ്റേഴ്സാണുള്ളത്. അതുകൊണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൽഡിഹൈഡിലും കീറ്റോണിലും ആസിഡ്സിലും അമീൻസിലൊക്കെ ആൽക്കഹോളിനെ കുറിച്ചും ആൽക്കഹൈഡിനെ കുറിച്ചും അതിൽ നിന്നുള്ള പ്രിപ്പറേഷൻസ് എല്ലാം പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ആ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട വേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഫിനോൾ ഇൻ ടു N-ഫെനൈൽ എത്തനമൈഡ്. ഫിനോൾ ഇൻ ടു N-ഫെനൈൽ എത്തനമൈഡ്, ഇതല്ലേ ഫീനോള്. ആൻഡ് നൗ N-ഫീനൈൽ എത്തനമൈഡ്. വാട്ട് ഈസ് എത്തനമൈഡ്? അതും N-ഫിനൈലാണ്. N-ഫിനൈൽ. അപ്പോൾ നമുക്കതിനെ ആക്ച്വലി ബേസിക്കലി ഇറ്റ് ഈസ് N-ഫിനൈൽ എത്തനമൈഡ് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് NHCO N-ഫിനൈൽ എത്തനമൈഡ്. സോ CH3CO NH2 എന്താണ് ആക്ച്വലി, ആ സ്ട്രക്ചർ ശ്രദ്ധിക്കണേ. CH3CO NH2 എത്തനമൈഡ് ആണ്. അതിലൊരു എച്ച് മാറിയിട്ടാണ് ആര് വന്നിട്ടുള്ള, ബെൻസിൻ റിങ് വന്നിട്ടുള്ള സോ കോൾഡ് N-ഫിനൈൽ എത്തനമൈഡ്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ എങ്ങനെ ഫീസിബിൾ ആക്കും നമ്മൾ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ OH വേണ്ട, പകരം ആര് വരണം, NH2 വരണം. OH വേണ്ട, പകരം NH2 വരണം. ഈ NH2-നെ നമുക്ക് അസൈലേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇത് കിട്ടാണ് അനിലിൻ ആണെങ്കിൽ ഓൺ അസൈലേഷൻ CH3COCl കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അസറ്റാനിലൈഡ് കിട്ടും. അതാണ് എന്ത്, N-ഫിനൈൽ എത്തനമൈഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ NH2 ഉണ്ടാക്കും. NH2 ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇല്ലേ. നൈട്രോണ് റെഡ്യൂസ് ചെയ്താൽ പോരെ, NO2-ന് റിഡക്ഷൻ കൊടുത്താൽ മതി. ഫീനോളിൽ എങ്ങനെ നൈട്രോ ആക്കും, ഫീനോളിനെ നമുക്ക് ബെൻസീൻ ആക്കാമല്ലോ. സിങ്ക് ഡസ്റ്റ് ഇട്ട് കൊടുത്ത് ഹീറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ബെൻസീൻ. ബെൻസീൻ ഓൺ നൈട്രേഷൻ HNO3 കൊടുത്താലോ, ഇറ്റ് ഈസ് നൈട്രിക് ആസിഡ്, യൂസ് നൈട്രോ ബെൻസീൻ. ആൻഡ് ഇവിടെ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം, ഇതെന്താ ചെയ്യണ്ടേ, എവിടുന്ന് എങ്ങോട്ട് എത്തിക്കണ്ടേ. ഫീനോളിൽ OH കംപ്ലീറ്റ് പോവണം, ഓക്സിജൻ വേണ്ട. സോ യു ക്യാൻ യൂസ് സിങ്ക് ഡസ്റ്റ് ടു ഒബ്റ്റെയിൻ ബെൻസീൻ. Now benzene on nitration gives nitrobenzene. Nitrobenzene reduction gives it is aniline.
അല്ലേ? യെസ്. Now B. Chloroethane to methanamine. Chloroethane CH3 CH2 Cl into methanamine CH3 NH2. ഇപ്പോൾ 2 കാർബണുള്ള ക്ലോറോ ഈത്തൈൻ ഉണ്ട്. ഒരു കാർബണുള്ള അമ്മീനാക്കി മാറ്റണം. അപ്പോൾ എന്താണ് മാർഗം? അല്ലേ? ഇവിടെ നമുക്ക് CH3NH2 അല്ലേ പറയേണ്ടത്. അപ്പോൾ 2 രീതിയിൽ പല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകല്ലോ, ഡിസൈൻ ചെയ്യാമല്ലോ. കാർബണിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംവാട്ട് ഡീഗ്രഡേഷൻ ആണ്. ഞാനതിനെ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി CH3CONH2 ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോറോ ഈത്തൈനെ അസറ്റാമൈഡാക്കി മാറ്റണം. പല മാർഗങ്ങളുണ്ടല്ലോ അല്ലേ? ക്ലോറോ ഈത്തൈനെ അസറ്റാമൈഡാക്കണം. അപ്പോൾ എന്താ മാർഗം അവിടെ ഉള്ളത്? അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇയാളെ ക്ലോറോനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കോളാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അമോണിയായിട്ടുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ആൽക്കിൽ ഹാലഡ് അമോണിയ അമീനാവൂലേ? പല ഫോർമ നമുക്ക് നമ്മൾ ഒരുപാട് കേസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ ആകുമ്പോൾ എന്ത് ചെയ്യാം? എളുപ്പമായിരിക്കും. അമോണോളൈസിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് CH3 CH2 NH2. എത്തനാമിനായില്ലേ? എത്തനാമിൻ. ഈ എത്തനാമിൻ്റെ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ കൊടുത്താൽ നൈട്രസ് ആസിഡ് HNO2 റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്താണ്? CH3 CH2OH. എത്തനോൾ അല്ലേ? ഈ എത്തനോളിൽ നമ്മൾ PCC കൊടുത്താലോ? PCC പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് അല്ലേ? അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ആൽഡിഹൈഡ് ഉണ്ടാവും. ആൽഡിഹൈഡ് പ്ലസ് അമോണിയ ആഡ് ചെയ്താൽ അതല്ലെങ്കിൽ PCC നമുക്ക് കംപ്ലീറ്റ് ഓക്സിഡേഷൻ കൊടുക്കാം. സ്ട്രോങ് ഓർ ഓക്സിഡേഷൻ കൊടുക്കാം അല്ലേ? സ്ട്രോങ് ഓക്സിഡേഷൻ ലൈക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പെർ മാഗ്നേറ്റ്. നമുക്ക് CH3COOH അസിറ്റിക് ആസിഡായിട്ട് മാറും. ഈ അസിറ്റിക് ആസിഡ് പ്ലസ് അമോണിയ ആൻഡ് ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ എന്തുണ്ടാവും? അമൈഡിനെ കിട്ടും. അമൈഡിന് ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ കൊടുത്താലോ അമീനായിട്ട് മാറും. നമുക്ക് പല ഫോർമാറ്റ് പറയട്ടോ. ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് സ്റ്റെപ്സ് കൂട്ടി പറയുന്നതിനാ മാക്സിമം ഐഡിയാസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ. സോ ഇത് RX ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് അമോണിയ. അപ്പോൾ ഈ സ്റ്റെപ്പിന് ഞാൻ എന്ത് വിളിക്കണം? അമോണോളൈസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കണം. ഇനി ഇതോ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. Primary alkylamine with nitrous acid will gives alcohol. Now alcohol on stronger oxidation will produce acid. Acid with ammonia and heat will give amide. Hoffman bromide degradation, it is primary amine. Clear അല്ലേ? ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അറിയാവുന്ന റിയാക്ഷൻസ് എല്ലാം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി പ്രൊപ്പാൻ നൈട്രൈൽ ടു എത്തനോൾ. വാട്ട് ഈസ് പ്രൊപ്പാൻ നൈട്രൈൽ? CH3 CH2 CN. ഇതാണ് പ്രൊപ്പാൻ നൈട്രൈൽ. നമ്മൾ അയാളെ എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യണം. CH3 CH2OH എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യണം. എത്തനോളാക്കാൻ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CH3 CH2 NH2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് നൈട്രസ് ആസിഡ് കൊണ്ട് എന്തോ ചെയ്യാം? ആളെ എത്തനോൾ അയക്കാം, ആൽക്കോൾ അയക്കാം. കാർബൺ നമ്പർ കുറയണ്ട, അപ്പോൾ ഡീഗ്രഡേഷൻ ഒന്നും വേണ്ട. പിന്നെ സയനൈഡിനെ അമീനാക്കണം. അപ്പോൾ എന്താ മാർഗം? ഇയാൾക്ക് നമ്മളൊരു പാർഷ്യൽ ഹൈഡ്രോളൈസിസ് കൊടുക്കാം. just 1 molecule of H2O, partial hydrolysis. So we'll get CH3 CH2 then C double bond O NH2. This partial hydrolysis അല്ലേ? Partial controlled hydrolysis. Now Hoffman's bromide degradation reaction. So you get CH3 CH2 C ഉണ്ടാവില്ല NH2 അല്ലേ? എത്തനാമിൻ. എത്തനാമിനകത്ത് നൈട്രസ് ആസിഡ് ഗീവ്സ് എത്തനോൾ. ക്ലിയർ ആണോ? ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ പറയാമെന്നറിയോ? ഇതാണ് ഒരു മാർഗ്ഗം ഉള്ളത്. രണ്ടാമത്തത് ഈ സയനൈഡിൻ്റെ ഹൈഡ്രോളൈസിസ് ഉണ്ട്. സയനൈഡിൻ്റെ ഹൈഡ്രോളൈസിസ് ഗീവ്സ് അല്ലേ? CH3 CH2 COOH ആസിഡ് ആയില്ലേ? ഓക്കെ. ഈ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുക? NaOH ആൻഡ് കാൽസ്യം ഓക്സൈഡ് ക്വിക്ക് ലൈം സോഡ ലൈം പ്രോസസ് ഇറ്റ് ഈസ് വിൽ ഗിവ് CH3 CH3 അല്ലേ? CH3 ഉണ്ടാവും.
നമുക്ക് ഇയാൾക്ക് എന്ത് ചെയ്യാം, ക്ലോറിനേഷൻ കൊടുക്കാം, ഫോളോഡ് ബൈ ആൽക്കലി വിത്ത് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലോറിനേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്സ് കൂടിട്ടോ. ഞാൻ കുറേ സ്റ്റെപ്സ് മനസ്സിന് വേണ്ടി പറയാണ്. CH3 CH2 Cl, അതൊക്കെ നമ്മൾ അമോണിയ ആഡ് ചെയ്താലോ, CH3 CH2 NH2, പിന്നെ നൈട്രസ് ആസിഡ് കൊടുത്താലോ. അപ്പോൾ ഇങ്ങനെ വരാം, സ്റ്റെപ്സിൻ്റെ എണ്ണം കൂട്ടാം. ഇത് പല റൂട്ട് നമുക്കിതിന് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓർഗാനിക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള റിയാക്ഷൻസ് ഇല്ലേ, നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തുള്ള റിയാക്ഷൻസ് ഇല്ലേ, അത് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ ഈ കൺവേർഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ എങ്ങനെ ഒരു സ്റ്റെപ്പ് മറന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുറേ ബേസിക് ഐഡിയാസ്, കുറേ ബേസിക് റിയാക്ഷൻസ് വേണം. നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ്, റിയാക്ഷൻസ് നമ്മുടെ ഇൻസെർട്ടിൽ തന്നെ ഉണ്ട്. ടെക്സ്റ്റ് റിയാക്ഷൻസ് മാക്സിമം പഠിക്കുക, കേട്ടല്ലോ. നൗ നമ്പർ 6, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. Nickel H2O 6 times 2 plus hexa aqua nickel 2 is green in color, whereas NiH2O 4 times En 2 plus is blue in color. Give reason and support of your answer. രണ്ട് കോംപ്ലക്സ് both having same central atom nickel 2 plus and same ligand. Here is 6H2O, is 4H2O and 1 En. ഇവിടെ ആകെ ഡിഫറൻസ് വന്നത് എവിടെയാ? The difference is in the type of ligand you arrange your packed. ശരിയല്ലേ? അപ്പോൾ ലിഗാൻഡ് ടൈപ്പ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കളർ മാറുമോ എന്നുള്ളതാണ് ഡൗട്ട് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഈ രണ്ട് കോംപ്ലക്സ് കളർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കളർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? സോ കളർ ഓഫ് ദ കോംപ്ലക്സസ് ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ ആണ്. എന്താണ്? ഇറ്റ് ഈസ് DD ട്രാൻസിഷൻ. DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ in presence of ligand field, the orbital split into 2 or 3. This one T2G and this one EG. Okay, ഇവിടെ കളർ എങ്ങനെയാ? When electrons from T2G transferred into EG, it is associated with some energy absorption. To jump an electron in T2G lower energy level into higher EG level, some energy is required. The required energy is corresponds to the energy gap between T2G and EG levels. T2Gയുടെ EG ലെവൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പില്ലേ, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ മോർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ T2G ആൻഡ് EG ലെവൽസ്, more energy is required to undergo transition. If the gap is very small, like a weak field ligand, very slight amount of energy, very low quantity of energy is required to overcome the such energy gap. അപ്പോൾ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? എനർജി ഗ്യാപ്പ്. ആ ഗ്യാപ്പാണ് ആക്ച്വലി കളർ തീരുമാനിക്കുക. ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ അബ്സോർപ്ഷൻ മൂവ്സ് ടു ഹയർ എനർജി റീജിയൻ ആൻഡ് ദ ഒബ്സർവേഷൻ വിൽ ബി ഇൻ ആ ലോവർ എനർജി പാർട്ട്. ഇഫ് ദ ഗ്യാപ്പ് ഈസ് ടു സ്മാൾ, വേർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ accompanied by or energy absorption accompanied by electron transition. For a small energy gap, the absorbed energy is too small. അവിടെ എന്താണ്? energy absorption moves to lower energy region and reflection or observation can be obtained at a higher energy region. ഇങ്ങനെയൊക്കെ എന്ത് കളറിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. ഒന്ന്, the orbital in presence of ligand field undergoes split up into 2 minimum. Okay, now the electrons in lower T2G level can undergo transition to EG level by absorbing energy. Okay, by absorption of energy. Okay, now the amount of energy required to jump electron from T2G to EG is simply defined. What is the gap between these two levels and how much the orbitals are splitted, to what extent they are separated. If the extent is too large, if the gap is too large between T2G and EG, the case of strong ligand, stronger ligand case gap is too large ആയിരിക്കും. Gap too large വന്നു കഴിഞ്ഞാൽ അവിടെ absorption moves to higher energy region and reflection is in lower energy region. കിട്ടിയോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഗ്യാപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിഗാൻഡിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് ആണ്. സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ്,
more energy splitting. Weak field ligand, small splitting. So ligand to ligand, the ligand strength, the field splitting ability is different. So strength of the actually is strength in ligand field strength in the their ability to split the levels ആണ്. How much they are splitted എന്നതിൻ്റെ ബേസിലാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് വരെ ഉണ്ടാക്കിയിട്ടുള്ളത്. So different ligands have different quality, have different extent of separation of T2G and EG levels, have different energy gaps. So correspondingly, the color absorption moves to different regions, color emission or color reflection moves to different regions. So they have different colors. Why? Since the ligands are different. So different ligands have different ligand strength. They can produce different extent of splitting, and absorption is different, and again emission also, reflection also different. Ligand field strength മാറിയാൽ absorption മാറും, കളർ മാറും. അത്ര അതിൽ പറഞ്ഞു കൊടുക്കണ്ടേ. സോ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ 1.5 ആണെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അവിടെ നമുക്ക് എന്ത് പറയാം, ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഗിവ് റീസൺ എന്ന് പറഞ്ഞല്ലോ. കളർ ഈസ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. നൗ ബി, write the formula and hybridization of the following compound: tris ethane 1,2-diamine cobalt-3 sulfate. Tris ethane 1,2-diamine cobalt-3 sulfate. For CO central atom. Ethane 1,2-diamine short representation En thrice. Cobalt-3 sulfate. ഇവിടെ ഈത്തേൻ 1,2-ഡയാമിൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതിൽ കൊബാൾട്ട് ട്രൈവാൽ ഉണ്ടാവും. അപ്പോൾ ആൾക്ക് +3 ഉണ്ടായിരിക്കും ചാർജ്. En ആണെങ്കിൽ ഇത് 1,2 ഈത്തേൻ മീൻസ് ലിഗാൻഡ് ആണ്, സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ് ആണ്. ആൻഡ് അഗൈൻ ബയോഡെൻഡേറ്റ് ലിഗാൻഡ്, നമുക്കറിയാലോ എതിലെയും ഡയമീൻ ബയോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. CH2 NH2 CH2 NH. This is what is ethane 1,2-diamine. It's a biodentate ligand. It can form ring structure with the central metal. ശരിയല്ലേ? അപ്പോൾ എൻ ന്യൂട്രൽ ലിഗാൻഡാ. അപ്പോൾ ചാർജ് ഇവിടെ +3 നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിലെ ചാർജ് കൊടുക്കാം. സൾഫൈഡ് 2 മീൻസ് ആനോണിക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എഴുതുക? അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്ക്വയർ ബ്രാക്കറ്റ് ട്വൈസ് ദെൻ സൾഫേറ്റ് ത്രൈസ് എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ സാൾട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ COEN ത്രൈസ്. അന്ന് ചോദിച്ചെന്താണ്, ദ ഫോർമുല ഇസ് റിട്ടൺ, ഫോർമുല കിട്ടിയിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ വേണം, ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അങ്ങനെ ചെക്ക് ചെയ്യാം. ഹിയർ സെൻട്രൽ ആറ്റം ഈസ് cobalt-3+. Atomic number 27. But 3 electron lost to become 24. Now valence shell configuration is 4s0 ഉണ്ടാവും. Then 3d എത്ര ഉണ്ടാവുക, 3d6 ഉണ്ടാവും. 3d6 4s0 and 4p. ഓക്കെ, 3d6 4s0. കാരണം കൊബാൾട്ട് 27 ആണ്, 4s 3d7 ആണ്. കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാൽ 24 ഇലക്ട്രോൺസ് ഉണ്ടാവുക. 3d6 4s0 and 4p0. നൗ ഈ 3d എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6. then 4s and 4p. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഹിയർ En is a stronger field ligand which forces the electrons to get pair up. അപ്പോൾ അങ്ങനെ പെയറിങ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 2 3 3 പെയർ ഇലക്ട്രോണായി ആൻഡ് 2 ഓർബിറ്റൽസ് എംറ്റിയാണ്. നൗ എസ് ആൻഡ് p3. ടോട്ടൽ ബയോഡെൻഡേറ്റ് ആയതുകൊണ്ട് 3 ബയോഡെൻഡേറ്റ് ലിഗാൻഡിലെ കോർഡിനേഷൻ നമ്പർ ഈസ് 6 ആണ്. കോഓർഡിനേഷൻ നമ്പർ ഈസ് 6. സോ ഇറ്റ് ഈസ് D2sp3 hybridization. The hybridization is D2sp3 hybridization. ഇന്നറിൽ 2D അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഈതേന് 1,2-ഡയമീൻ എന്താ സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ് എന്ത് ചെയ്യും, the ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യും. കാരണം അതെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്, if the ligand is strong the splitting gap is too large.
Now the electrons cannot cross such an energy gap. If ligand is too strong, അവിടെ എന്ത് ചെയ്യും, എനർജി ഗ്യാപ്പ് കൂടും. എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാലോ അവിടെ ആ ലിഗാൻഡിൻ്റെ ആ കാരണം കൊണ്ട് സ്ട്രെങ്ത് കൊണ്ട് ഉണ്ടായ ഗ്യാപ്പില്ലേ അതിനെ ക്രോസ് ചെയ്യാൻ ഇലക്ട്രോൺ എന്ത് വേണം, എനർജി വേണം. അപ്പോൾ അത്ര എനർജി ഇല്ലെങ്കിൽ അവർക്ക് അതിനെ ക്രോസ് ഓവർ ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ഫോഴ്സ്ഡ് ടു പെയർ അപ്പ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ D2sp3 ആൻഡ് കളർ ആൾസോ എക്സ്പ്ലെയിൻഡ്. സോ കളർ മാറും, ലിഗാൻഡ് മാറി കളർ മാറും, ലിഗാൻഡ് മാറിയാലോ ഹൈബ്രിഡൈസേഷൻ മാറും. സ്ട്രോങ്ങർ ഫീൽഡ് ആണെങ്കിൽ നോർമലി ഫോഴ്സിങ് ഇൻ ടു പെയറിങ് ആണ്. ആൻഡ് അഗെയിൻ വീക്ക് ഫീൽഡ് ആണെങ്കിൽ പെയറിങ് ലെസ് ഫേവേർഡ് ആണ്. കേട്ടല്ലോ? ഓക്കെ. പിന്നെ അഗെയിൻ സ്ട്രോങ്ങർ ഫീൽഡ് വരുന്ന സമയത്ത് ഇന്നർ ഡി കോംപ്ലക്സ് ആണ് പോസിബിലിറ്റി ഉള്ളത്. ആൻഡ് വീക്കർ ഫീൽഡ് ആകുമ്പോഴോ ഔട്ടർ ഓർബിറ്റിലാണ്. ഈ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് മീൻസ് ലെസ് ടെൻഡൻസി ടു പെയർ അപ്പ് ആണ്. സോ ദേ ആർ ഹൈ സ്പിൻ കോംപ്ലക്സ്. ആൻഡ് ഫോർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് there are forces into pairing, so almost all are paired ആണ്. So it's low spin complexes with a low magnetic moment. Okay, now question number 7. In a coordination entity, the electronic configuration of the central metal ions T2G3 and EG1. G നമ്മൾ ഇതിന് റൈറ്റിംഗ് ചെറിയ പ്രശ്നമുണ്ട്. T2G3 and EG subscript ആണ് EG1. Is the coordination compound high spin or low spin complex? ഇവിടെ T2G ആൻഡ് EG ഫില്ലിംഗ് ആണ്. നമുക്കറിയാം ഇറ്റ് ഈസ് T2G ആൻഡ് EG. ഇവിടെ ഹൈ സ്പിൻ ആണ് ലോ സ്പിൻ ആണെന്ന് ചോദിച്ചത്. ഇവിടെ ഫില്ലിംഗ് നമുക്കറിയാം ഫസ്റ്റ് ഇലക്ട്രോൺ T2Gയിലാണ് ഒന്നാമത്തെ ഇലക്ട്രോൺ വരിക അല്ലേ. ഫസ്റ്റ് ഇലക്ട്രോൺ T2Gയില്ല. സെക്കൻഡ് ഇലക്ട്രോൺ T2G വിത്തൗട്ട് പെയറിങ്. തേർഡ് ഇലക്ട്രോണും T2Gയിൽ വിത്തൗട്ട് പെയറിങ് അഗെയിൻ. ശരിയാണോ? ഓക്കെ. നൗ ഫോർത്ത് ഇലക്ട്രോൺ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഇവിടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ EGയിലോട്ട് പോവാം. അത് ഡിപ്പെൻഡൻ്റ് ഓൺ ദിസ് ഗ്യാപ്പാണ്. ദി ഗ്യാപ്പ് ഈസ് ഡെൽറ്റ O ആൻഡ് എനർജി റിക്വയർഡ് ടു പെയർ ഈസ് പെയറിങ് എനർജി. അത് ക്രോസ് ചെയ്തിട്ട് EGയിലേക്ക് പോകാൻ ആൾക്ക് വേണ്ട എനർജി പെയറിങ് എനർജി എന്ന് പറയാം. ഈ T2Gയിൽ ഉള്ളൊരു ഇലക്ട്രോണിന് അക്കരെ ചാടണമെങ്കിൽ EGയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ദേ ഷുഡ് ഹാവ് എനർജി ഇക്വലന്റ് ടു പെയറിങ് എനർജി എന്ന് പറയും. അല്ല സോറി, ഡെൽറ്റ O എന്ന് പറയും. ഡെൽറ്റ O എത്രയാണോ അതിന് വാല്യൂ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് ക്രോസ് ചെയ്യാം, EGയിലേക്ക് പോവാം. എന്നാൽ പെയറിങ് എനർജിയാണ്, പെയറിങ് എനർജി ഹൈ ആണെങ്കിലോ പെയറിങ് നിൽക്കില്ല, അത് ജമ്പ് ചെയ്യും. പെയറിങ് എനർജി ലോ ആണെങ്കിലോ അപ്പോൾ അയാൾ നോക്കും ഇത് ഈ ഒരു ഗ്യാപ്പ് മറികടക്കാൻ എന്ത് വേണം? ഡെൽറ്റ O വേണം. അത്ര വേണ്ട പെയർ ചെയ്യാനെങ്കിലോ അവിടെ പെയറിംഗ് ആണ് ഫേവർ ചെയ്യപ്പെടുക. ഇഫ് പെയറിംഗ് എനർജി സ്മോൾ, പെയറിംഗ് ഫേവേർഡ്. അപ്പോൾ നമുക്ക് T2G4 എന്ന് വരിക. സോ സ്ട്രോങ്ങർ ഫീൽഡ് ആണെങ്കിൽ അത് നമുക്ക് T2G4 ആൻഡ് EG1 എന്ന് വരിക. അതേസമയം നമുക്ക് വേണ്ടത് എന്താണ്? EG0 T2G3 ആണ് ആൻഡ് T2G3 ആൻഡ് EG1 ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ T2G3 കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? പെയറിംഗ് കൊണ്ട് നിൽക്കാണ്ട് ആളെങ്ങോട്ട് പോയി? EGയിലോട്ട് പോയി. 1 2 3 4th 1 ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്മോളർ ദാൻ പെയറിംഗ് എനർജി. ദ പെയറിംഗ് ഈസ് ഡിഫിക്കൽട്ട്. സോ ജമ്പിങ് ഈസ് ഈസിയർ ഇൻ സച്ച് കേസസ്. സോ നോ പെയറിംഗ് ഫേവേർഡ്. സോ 4 unpaired electron high spin, but this one only 2 unpaired electron low spin. So is the coordination complex high spin or low spin? It is high spin. T2G3 and EG1, 4 unpaired electron high spin. Draw crystal field splitting diagram for the above complex. Okay, a crystal field diagram for the above complex ഏതാണ്? T2G3 and EG1 അല്ലേ? ഞാൻ വരച്ച് കഴിഞ്ഞല്ലോ. അതൊന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് വരച്ച് കൊടുക്കുക. ഇത് D ആണ് വിത്ത് കൊബാൾ T2G3 and EG1 അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ 1 2 3 4 ഇലക്ട്രോൺസ് ആണ് ആകുള്ളത്. ഇൻ പ്രസൻസ് ഓഫ് ലിഗാൻഡ് ഫീൽഡ്, split into 2 അല്ലേ? T2G and EG. This one called T2G and this one called EG. Electron filling, ഈ ലിഗാൻഡ് ഫീൽഡ് ഡിപ്പെൻഡൻ്റ് ആണ്, ഡെൽറ്റ ആൻഡ് പെയറിംഗ് എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 1 2 3 അതാണ് T2G3. 4th 1 ഇവിടെ പെയർ ചെയ്യാൻ നിൽക്കാണ്ട് EGയിലൊക്കെ അല്ലേ പോയത് എന്ന് പറഞ്ഞാൽ പെയറിംഗ് എനർജി ഹയർ ദാൻ ഡെൽറ്റ O.
pairing is difficult in this situation. So delta small and where pairing energy is higher than, so where pairing do not take place. So this is the splitting diagram for such a complex with T2G1, T2G3 and EG1 configuration. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്.
Hi students, welcome back to our program. Okay, now the remaining questions discussion like we move cheyam. Now question number 8 Account for the following. Titanium plus 4 is more stable than titanium plus 2 or titanium plus 3. അപ്പോൾ ഇവിടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നമ്മൾ ടച്ച് ചെയ്യണം, കാരണം നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്, സിലബസിലുള്ളതാണ്. സോ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ടൈറ്റാനിയം പ്ലസ് 4 ഇസ് മോർ സ്റ്റേബിൾ ദാൻ ടൈറ്റാനിയം പ്ലസ് 2 ഓർ ടൈറ്റാനിയം പ്ലസ് 3. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും? ഇവിടെ ഫോർ titanium plus 4, titanium atomic number is 22. So configuration, you know, it is 4s2 and 3d2. So titanium plus 4 എന്ന് പറഞ്ഞാൽ it is simply argon only, 4s0 and 3d0. So it is noble gas configuration. എന്നാൽ titanium plus 2 എന്ന് പറഞ്ഞല്ലോ, if titanium plus 2, it is 4s0 and 3d2. And for titanium plus 3, it is 3d1. So 3d1, 3d2 and 3d0 or argon noble gas configuration. So titanium plus 4 is more stable, having noble gas configuration. That's the reason. Okay, so plus 2 and plus 2 state more stable. Plus why it is like that? It is simply due to the noble gas electron configuration. അപ്പോൾ അത്തരം സ്റ്റെബിലൈസേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വരാം. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്കാണ്. സോ അറ്റോമിക് നമ്പറും കോൺഫിഗറേഷൻ ഇത് നല്ലപോലെ അറിയണം, എങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് നോക്കൂ, ഇൻ കേസ് ഓഫ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അയോൺസ് ഓഫ് ദ സെയിം ചാർജ് ഇൻ എ ഗിവൺ സീരീസ് ഷോ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ. സിംപ്ലി അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞത്. ഇൻ കേസ് ഓഫ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അയോൺസ് ഓഫ് ദ സെയിം ചാർജ് ഇൻ എ ഗിവൺ സീരീസ് ഷോ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ. ശരിയല്ലേ? സോ സെയിം ചാർജ് ആണ് ഇവിടെ. അക്രോസ് ദ പീരിയഡ് ഇലക്ട്രോൺ ഫില്ലിങ് എവിടെ നടക്കുക? NSO n-1 DO. Here NS valence electron 1 to 2, NS2, and n-1 D 1 to 10. ഇവിടെ അക്രോസ് ദ പീരിയഡ് ഇന്നർ ഷെല്ലിലാണ് ഫില്ലിങ് നടക്കുന്നത്. ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ഇന്നർ ഷെല്ലാണ്, പെനൾട്ടിമേറ്റ് ലെവലിലാണ്. ഓക്കെ, ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് D ഓർബിറ്റലാണ്, നോട്ട് S, നോട്ട് P. So with the addition of one electron, for progressive decrease in radius means increase in atomic number with respect to the so where atomic number is increases by 1 from next nearest members, it is increases by 1 by 1 by 1. There is an increase by 1 unit nuclear charge. At the same electron filling it takes place in D subshell. And what about the shielding offered by D? It is weaker than S and P. So അത്ര ഷീൽഡിംഗ് ഇഫക്റ്റ്, ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും സെഡിനെ കൺട്രോൾ ചെയ്യുന്ന, സെഡിൻ്റെ ഇഫക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന അത്ര രീതിയിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലൊന്നും ഡിക്ക് തിളങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? ആ സെഡ് വാല്യൂ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ സൈസ് കുറയണം. സിഗ്മ ഷീൽഡിങ് കൂടുന്ന സമയത്ത് സൈസ് കൂടണം, അല്ലേ? സെഡ് കൂടുന്ന സമയത്ത് സൈസ് കുറയും, സിഗ്മ കൂടുന്ന സമയത്ത് സൈസ് കൂടും. അപ്പോൾ ഇവിടെ സെഡ് ആൻഡ് സിഗ്മയുടെ നെറ്റ് ഇഫക്റ്റ് അറിയണ്ടേ? സെഡ് ഇൻക്രീസ് ഈസ് മോർ ദാൻ സിഗ്മ ഇൻക്രീസ്. അപ്പോൾ ഓവറോൾ എന്താണ്? സെഡ് ഇൻക്രീസ് തന്നെ വരിക. സെഡ് ഇഫക്റ്റീവ് ഇൻക്രീസസ്, ദാറ്റ്സ് വൈ സൈസ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ട്രാൻസിഷൻ എലിമെന്റ് അയോൺസ് ഓഫ് സെയിം ചാർജ് ഇൻ ഗിവൻ സീരീസ് ഷോ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ റേഡിയസ്. വൈ? There's a slight increase in the nuclear charge or the dominating effect of nuclear charge on shielding offered by D electrons. There's a reason why there is an decrease in size with the increase of atomic number. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, zinc is comparatively a soft metal, iron, chromium are typically hard. For iron and chromium, their nature is hard metal and zinc is a soft metal. അപ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി ഒന്ന് കമ്പയർ ചെയ്യണം, സോഫ്റ്റും ഹാർഡും. നോക്കിയല്ലേ നമുക്ക് ഇവിടെ മെറ്റൽസ് ആണല്ലോ ഇവർ. മെറ്റൽസിലാവുമ്പോൾ മെറ്റൽസിൽ ഈ ആറ്റംസ് എങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് കോൾഡ് മെറ്റാലിക് ബോണ്ടിങ് അസോസിയേഷൻ. ഇന്ത്യയിലെ ഒരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ആൻഡ് ടോപ്പിക്കാണ് മെറ്റാലിക് ബോണ്ട്, സ്ട്രെങ്ത് ആൻഡ് മെറ്റാലിക് ബോണ്ട് അസോസിയേഷൻ ആൻഡ് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസും. ഇവിടെ എസ് ബ്ലോക്ക് മെറ്റലാണ്, യുനോ. ഡി ബ്ലോക്കും മെറ്റലാണ്, അഗെയിൻ വി നോ. ബട്ട് രണ്ടും മെറ്റൽ തന്നെയല്ലേ? ബട്ട് എസ് ബ്ലോക്ക് മെറ്റൽസ് സോഫ്റ്റ് ആണ്, ഡി ബ്ലോക്ക് മെറ്റൽസ് ഹാർഡ് ആണ്. എസ് ബ്ലോക്ക് മെറ്റൽ ലോ മെൽറ്റിംഗ് ആണ്, ഡി ബ്ലോക്ക് മെറ്റൽ ഹൈ മെൽറ്റിംഗ് ആണ്.
അപ്പോൾ എന്തോ സംതിങ് ഡി ബ്ലോക്കിലെ ആ മെറ്റാലിക് ബോണ്ടിനെ മെറ്റൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതെന്തെന്നറിയോ? ഇവിടെ നോർമൽ മെറ്റാലിക് ബോണ്ട് പ്ലസ് അവിടെ എന്തുണ്ട്? ഡി ഡി ഓവർലാപ്പിംഗ് അസോസിയേഷൻ ഉണ്ട്. ഡി ഡി ഓവർലാപ്പിംഗ് അസോസിയേഷൻ. ഈ ഡി ഡി ഓവർലാപ്പിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഓവർലാപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഡി ഡി ഓവർലാപ്പിംഗ് ആണ് മെറ്റൽ അസോസിയേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ആ ഡി അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് മെറ്റൽ ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഓവർലാപ്പ്. സോ ആസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ്, ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് ഇൻക്രീസസ്, thereby മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസസ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ up to middle, number of unpaired electron increase, then it is decreasing. So metallic bond strength increases up to middle, then it is decreasing. Okay, but അവിടെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. മാംഗനീസ് അബ്നോർമൽ, ടെക്നീഷ്യൻ അബ്നോർമൽ. വൈ? അവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺ ഡിയിൽ തന്നെ ഉണ്ടാവും. 5 അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ 2 ആറ്റംസിനിടയ്ക്ക് 5 ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. വൈ? ഒരു പെയർ ഇലക്ട്രോൺ ഓവർലാപ്പ് ചെയ്താൽ ആറ്റം കംസ് ക്ലോസർ, 2 പെയർ again make closer, 3 much closer, 4 too much closer, and 5 ഇവിടെ പറയേണ്ടതില്ല, 2 ക്ലോസർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുക ഡിസ്റ്റബിലൈസിങ് ആയിട്ട് മാറും. സോ ഒരു 5 അൺപെയർഡ് ഇലക്ട്രോൺ വരുന്ന മാംഗനീസിൻ്റെ കേസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാനാവില്ല? ഒരു അത്രത്തോളം മച്ച് ക്ലോസ്നെസ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ ന്യൂക്ലിയർ റിപ്പൽഷൻ ഉണ്ട്, റിപ്പൽഡ് ഔട്ടാവും. സോ അവിടെ അസോസിയേഷൻ എന്താ പറയുക വീക്കൻ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ കേസ് നമുക്ക് അത്തരമൊരു അസോസിയേഷനെ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. സോ മാഗ്നസ് ഷോ അബ്നോർമാലിറ്റി. അപ്പോൾ ഗ്രാഫിലൊരു ഫ്ലക്ച്വേഷൻ ആവും, ജസ്റ്റ് ലൈക്ക് ദിസ് ഫോർ മാഗ്നസ് ആൻഡ് ടെക്നീഷ്യൻ. ഓക്കെ, എനിവേ ഫോർ ആൾ അതേഴ്സ് നമുക്ക് എന്ത് പറയാം? എക്സെപ്റ്റ് മാഗ്നസ് ആൻഡ് ടെക്നീഷ്യൻ, ആൾ അതേഴ്സ് the metallic bonding association follows the order up to middle increase, then it is decreasing except manganese and technetium in their corresponding series. അപ്പോൾ ഇതിന് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എക്സ്ട്രീം വെൻ യു കമ്പയർഡ്, ലെഫ്റ്റ് എക്സ്ട്രീം സ്കാൻഡിയം വിത്ത് 3d1 1 unpaired D, and right extreme zinc 3d10 no unpaired electron. For zinc, cadmium, mercury, there is no unpaired electrons, there is no DD overlap, there is no such an association. Okay, അത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. Now melting point, enthalpy of atomization, hardness nature, all these are dependent on or proportion depends on metallic bond strength. Metallic bond strength. Stronger the metallic bonding association, high melting, high heat of atomization, and are hard. അല്ലേ? സോ മെറ്റാലിക് ബോണ്ടിങ് അസോസിയേഷൻ വീക്ക് ആയി കഴിഞ്ഞാലോ ലോ മെൽറ്റിംഗ്, ലോ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ, ആൻഡ് ആർ സോഫ്റ്റ്. ഓക്കെ, the question is zinc is comparatively soft metal. Why? There is no unpaired D electron, there is no DD overlap, there is no strengthening, they are soft, low melting, low heat of atomization. For iron and chromium, there are unpaired D electrons, they can undergo DD overlapping association, there are stronger metallic bonding association, there are hard, high melting metals and having high heat of vaporization, high heat of atomization. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. നൗ നമ്പർ 9, a question from organic side, aldehydes and ketones ആണ്. An alkene, a molecular formula C5H10 is an alkene. On ozonolysis gives a mixture of 2 compounds B and C. Alkenes on ozonolysis, it normally produces the result of ozonolysis, you know. Simply the product can be predicted like this. The double bond is broken and where you can fit an oxygen. This is product of ozonolysis. And the complete mechanism is idennilla. So ozonolysis you can directly predict what is the product. It is 2 carbonyl compounds. One is A, other one is B. Now their features. Compound B gives positive fillings test. Tolerance and fillings tests are simply for aldehydes and not for ketones. So B gives positive fillings test എന്ന് പറഞ്ഞാൽ എന്താണ്? B should be an aldehyde. B ആയിരിക്കണം? aldehyde ആയിരിക്കണം. Should have SHO. അപ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണം H ആണെന്ന് മനസ്സിലായി,
ഒന്ന് 6 ആണെന്ന് മനസ്സിലായി. ഇനി also forms iodoform reaction. Iodoform ടെസ്റ്റും കാണിക്കുന്നുണ്ട്. സോ പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ടായ ആൾഡിഹൈഡ് ആയാൽ മതി. അയോഡോഫോം ടെസ്റ്റ് കാണിക്കണമെങ്കിൽ മസ്റ്റായിട്ടും അവിടെ എന്ത് വേണം? CH3CO ഗ്രൂപ്പ് വരണം എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഷുഡ് ബി CH3. അപ്പോൾ ബി ആരായി? സോ ബി ഹിയർ ഫോർ CH3CO and HCHO. It is aldehyde, so can give positive Felling's test. Felling test കാണിക്കാം. Secondly, having methyl keto group, so it can show iodoform test. Okay, methyl keto ആണ് കാണിക്കാറുള്ളത്. ഇനി compound C. Sorry, here it is B. This one B and this one C. Compound C does not give tolerance Felling's test. It's a carbonyl compound, but no Felling's test. So it's a keto group ആണ്. ഇനിയോ what forms iodoform? Keto again iodoform test. So C ആയിരിക്കണം. It's a keto. Okay, and show iodoform test. So it should contain CH3CO part methyl keto group. Now forms identify the compound ABC and write their reactions വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ 5 കാർബൺ ആറ്റംസ് അല്ലേ? ആൾഡിഹൈഡിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. കീറ്റോണിൽ 3 എണ്ണം വേണ്ടി വരും. സോ CH3CO CH3 അസറ്റോൺ ആൻഡ് അസറ്റാൾഡിഹൈഡ്. സോ ബിയും സിയുമാരാണ് അസറ്റോൺ ആൻഡ് അസറ്റാൾഡിഹൈഡ്. അവരുടെ റിയാക്ഷൻസ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ CH3 CH double bond CH3 CH3. This is what is compound A. ഇതാണ് കോമ്പൗണ്ട് എ. ഇയാൾക്ക് നമ്മൾ ഓസോണോളൈസിസ് ഡിസൈൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. വൺ ഈസ് CH3CHO അസറ്റാൾഡിഹൈഡ് ആൻഡ് സെക്കൻഡ് വൺ CH3CO CH3 അസറ്റോൺ. റിയാക്ഷൻസ് കോമ്പൗണ്ട് ബി ഗീവ്സ് പോസിറ്റീവ് ഫെല്ലിങ്സ് ടെസ്റ്റ് അല്ലേ? CH3CHO. ബൈ ഫെല്ലിങ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ 2+ൻ്റെ കോപ്പർ സൊല്യൂഷനാണ്. സോ ഇറ്റ് ഈസ് COOH and Cu2O. Red precipitate line. And again iodoform test is there. CH3 CHO again gives CO, then CH3CHO അല്ലേ? അപ്പോൾ അയോഡോഫോം ടെസ്റ്റിൽ എന്ത് ഫോം ചെയ്യും? ഒന്ന് CHI3 ആണ്. CHI3 and again HCOO എന്ന സോഡിയം സാൾട്ട് ഓഫ് ആസിഡ് ഫോം ചെയ്യും. ശരിയല്ലേ? ഇനിയോ കോമ്പൗണ്ട് സി ഡസ് നോട്ട് ഗീവ്സ് ഫെല്ലിങ്സ് ടെസ്റ്റ്. ബട്ട് കോമ്പൗണ്ട് സി ആരാണ്? ഇറ്റ് ഈസ് കീറ്റോൺ അസറ്റോൺ ആണ്. CH3CO CH3 with iodoform reaction I2 and alkali NaOH product CH3COO and salt is there, and again CHI3 iodoform is obtained. Iodoform is formed. Now it is filling test കാണിക്കുന്നതിൽ methyl keto ആയതുകൊണ്ട് സോ കോമ്പൗണ്ട് എ ആയി, ബി ആയി ആൻഡ് അഗെയിൻ സിയുമായി. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. നമ്മുടെ ടോപ്പിക്കുകളിലെല്ലാ റിയാക്ഷൻസും പഠിക്കണം കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളൂ. അത് മുഴുവനും പഠിക്കണം. അതിലെല്ലാ റിയാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയും വേണം കേട്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, എ ക്വസ്റ്റ്യൻ ഫ്രം സർഫസ് കെമിസ്ട്രി ആണ്. Observe the figure given below and answer the question that follow. Okay, which process is represented in this figure? It is simply SPM, anode, cathode, water and electrolyte, salt particle, crystalloid means crystalline and water. This water flow is there. So it is simply what is എന്താ പറയുക, ഡയാലിസിസ് or electrodialysis. Electrodes ഉണ്ടല്ലോ, cathode is, anode is there. So what's the application of this process? Which process is represented in this figure? It's electrodialysis. അപ്പോൾ ആ ചാപ്റ്ററിൽ ഫിഗേഴ്സ് ആയിട്ട് ഇലക്ട്രോഡയാലിസിൻ്റെ ഫിഗർ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോഫോറസിൻ്റെ ഫിഗർ ഉണ്ട്. ഇലക്ട്രോഡയാലിസിസ് ഉണ്ട്, ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ബ്രൗണിയൻ മൂവ്മെൻ്റ് ഉണ്ട്,
ആ ബ്രിഡിഷ് ആർക്ക് മെത്തേഡിൻ്റെ ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫിഗർ തന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ഫിഗർ വരക്കാനല്ലേ പറയാം. സോ ഫിഗർ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ എന്തൊക്കെയുണ്ട്, ഇലക്ട്രോഫോറസിൻ്റെ അസൈൻ ചെയ്യാൻ പറഞ്ഞേക്കാം. ഒരു ബ്രിഡിഷ് ആർക്ക് മെത്തേഡ് ഉണ്ട്, ഇതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ബ്രിഡിഷ് ആർക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇലക്ട്രോ ഡയാലിസിസ് ആണ്. വാട്ട്സ് ഇസ് യൂസ് വൈ ദിസ് പ്രോഗ്രാം ഇസ് കണ്ടക്ടിങ് എന്ന് ചോദിച്ച മറുപടി എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി യൂസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് colloids, removal of crystalloid എന്ന് പറഞ്ഞാൽ electrolytic particles from their solution. To stabilize a colloidal salt, some electrolytes are required. Some electrolytes required to stabilize the colloid. But excess electrolyte leads to coagulation. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആനോഡ്, കാഥോഡ് ആൻഡ് ഇതിനകത്ത് ക്രിസ്റ്റലോയിഡ് അയോൺസ് ഉണ്ടാവും. SPM allows the passage of electrolytic particles, do not allow the passage of colloidal particles. So due to water current to flow of water, the ions can simply moves out of the SPM. But it is very, very slow in the absence of electric field. What happened? It is very, very slow. But when you apply electric field, the anion towards anode, the anions moves fastly. It is directed by electrostatic force and cations movement become faster. So what is the application of this process? One word. It is purification of colloid. Can the same process occur without applying electric field? Yes, this will happen, but it is very, very slow. Why? There is no directional force to take them out. Only water flow, water current is the force that make the electrolytes out. Or if you put some electrodes around the electrolyte around the colloid, the cations and anions are moved towards respective electrodes fastly. So it is too faster than normal dialysis program. Why is electric field is applied to get ions out of the colloid? Why? But continuous for a prolonged time, what happened? All these such ions are out of the colloid and they get coagulated. That leads to coagulation. Electrodialysis final result endane? This coagulation takes place. Okay. 11. What happens when reactions N-ethyl ethanamine react with the benzene sulfonyl chloride? N-ethyl ethanamine. What is N-ethyl ethanamine? CH3, CH2, CH2, CH3. It is a secondary amine. Secondary amine. More simply represented short representation R2NH in the short item. Okay. It's react with the benzene sulfonyl chloride. In the Varnelli, Hinsberg reagent. Hinsberg reagent. അപ്പോൾ അത് ഓർത്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹിൻസ്ബർഗ് റിയേജൻറ്റ് is simply used to distinguish whether it's primary, secondary or tertiary amine. It is aryl sulfonyl chloride. ഇപ്പോൾ റിയാക്ഷൻസ് ഫോർ പ്രൈമറി amine ആണെന്ന് നമുക്കറിയാം. ഓൺ ആഡിങ് aryl sulfonyl chloride SO2Cl എന്താ ഫോം ചെയ്യുക? The hydrogen on nitrogen is replaced by sulfonyl benzene sulfonyl group. Okay, and this compound is water insoluble, but it is base alkali soluble. Why? The hydrogen on nitrogen is acidic in nature, so it is react with the alkali, react with the KOH. It forms R. H is acidic. It is neutralized by KOH. So minus H2O out and N minus and K plus. Potassium salt of the compound is obtained which is water soluble. Water soluble ആണ് ഈ compound. എന്നാൽ first obtained a white solid which is insoluble in alkyl, insoluble in water. Insoluble in water and soluble in aqueous alkali. Alkali വന്നാൽ അത് എന്ത് ചെയ്യും? അത് റിയാക്ട് ചെയ്ത് സോൾട്ട് ആവും. സോൾട്ട് എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണ്. ഓക്കെ, ഇതാണ് പ്രൈമറി അമീൻ്റെ സ്റ്റേറ്റ്. സോ പ്രൈമറി അമീൻ ക്യാൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ് ആൻഡ് ഫോം എ വൈറ്റ് സോളിഡ് വിച്ച് ഇസ് insoluble in water and soluble in alkaline solutions. Where alkali react with the salt
alkyl react with the compound obtained where acidic H is replaced by K plus and the salt is now water soluble. ഇവിടെ secondary amine R2NH, there is only one replaceable H. This H is replaced by sulfonyl group. Now there is no more acidic H, so this compound is water insoluble, remains as such. It cannot be soluble in, that cannot be dissolved in alkaline solution. KOH dissolve illa, why there is no acidic H. So for this reaction, what happened? What's the product obtained? Okay, the product obtained is CH3, CH2, N, CH3, CH3, and N varum yes, double bond O. So H replace here. The product obtained is insoluble in water and do not dissolved in water and react with A. There is no reaction. Why? It is insoluble and there is no acidic H. Alkyl insoluble alla, water insoluble alla. Kettala. Now benzyl chloride. Next it is benzyl chloride treated with ammonia. Benzyl. എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ CH2 വന്നാൽ അതിൻ്റെ പേരാണെന്ത്? ബെൻസൈൽ ക്ലോറൈഡ് ട്രീറ്റഡ് വിത്ത് അമോണിയ. ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അമോണിയ റിയാക്ട് ചെയ്താൽ എന്താ ഫോം ചെയ്യുക? amine is formed. CH2NH2 amine is formed. Followed by reaction with chloromethane. എന്ന് പറഞ്ഞാൽ it is methyl chloride. ഏതാ റിയാക്ഷൻ? ആൽക്കൈലേഷൻ ഓഫ് അമീൻ ആണ്. ആൽക്കൈലേഷൻ. ഇവിടെ എന്തായിരിക്കും എന്നറിയോ? ഈ NH2 എന്ന പ്രൈമറി അമീൻ NHൽ H ഇല്ലേ, ആ Hനെ റീപ്ലേസ് ചെയ്തിട്ട് മീതയിൽ വരും. CH2 NH2ലെ ഒരു Hന് പകരം ആര് വരും? CH3. N-methyl benzylamine. N-methyl benzylamine. It is alkylation of amine ആണ്. പ്രോഗ്രാം എന്താണ്? Alkylation of amine. മനസ്സിലായില്ലേ? ഇനി see, aniline react with the chloroform in presence of alcoholic potassium hydroxide. It is a variety reaction ആണ്. It is aniline with the chloroform CHCl3 and aqueous alkali strong base. Product എന്താ പറയുക? It is isocyanide. കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയും. കാർബൈൽ അമീൻ ടെസ്റ്റ്. ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ് ഒപ്റ്റൈൻഡ്. ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഇത് ആരാ കാണിക്കുക? ഇറ്റ് ഈസ് ഷോൺ ബൈ all type primary amines. That may be alkyl amine or may be aryl amine. Alkyl ആവട്ടെ aryl ആവട്ടെ, they can show this type of program, this type of isocyanide formation with the foul smelling gas. ഇതാണ് എന്ത്? chloroform alkali isocyanide or carbyl amine test. It is test for any kind of primary amine. That may be alkyl amine or may be aryl amine. Any kind can show. Now 12. Write the IUPAC name of the following organic compound. അപ്പോൾ ഇത്തരം ഒരു പോസിബിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. യു മേ ബി ആസ്ക്ഡ് സം നെയിമിംഗ് ക്വസ്റ്റ്യൻസ്. എ compound is given and simply ask what is its name, or a name is given, draw its structure, especially from amines. Okay, for this compound, what is its name? It is basically, oh yes, this is parent. It is aniline. Parent, it is aniline. When the hydrogen atom on nitrogen is replaced by methyl, it is N-methyl aniline. When another hydrogen is replaced by CH2 plus C2H5, ethyl. So N-methyl, N-ethyl, N-ethyl, N-methyl aniline. എന്താ പേര്? N-ethyl, N-methyl aniline. ഓക്കെ, അപ്പോൾ ആൻസർ ഇട്ടില്ലേ? N-ethyl, N-methyl. ഇതാണ് ഇവിടുത്തെ ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നൈട്രജനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു പാരൻ്റ് ഹൈഡ്രോ കാർബൺ ഐഡൻറ്റിഫൈ ചെയ്യുക. ബാക്കി രണ്ടും നൈട്രജൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മൾ അതിനെ പറയേണ്ടതായിട്ടുണ്ട്. കേട്ടല്ലോ? നൗ ബി, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ദിസ് വാട്ട് ഇസ് നൈട്രോബെൻസീൻ. ഇതാരാണ്? നൈട്രോബെൻസീൻ. ഓൺ റിഡക്ഷൻ ഗീവ്സ് aniline. Okay, with the bromine water, oh, it is 2,4,6 trinitro, 2,4,6 tribromo, bromine water, bromine, 2,4,6 tribromo
അനിലിൻ അല്ലേ? ബി ആയി, എ ആയി. ഇനി അതിൽ NaNO2 HCl ഡയസോട്ടൈസേഷൻ ആണ്. അപ്പോൾ NH2 ഗ്രൂപ്പ് ബിക്കം N2Cl ആവും. ഇറ്റ് ഈസ് N2Cl. ഓക്കെ, ദെൻ ബ്രോ അല്ലേ? ബ്രോ Br Br Br. Okay, so 2,4,6 tribromo diazonium salt. Now HbF4 and heat എന്നാ പറഞ്ഞിരിക്കുന്നത്. Just when added HbF4 add ചെയ്താലോ you will get what is 2,4,6 tribromo bromine N2 plus BF4 1 minus tetrafluoroborate. അപ്പോൾ നമ്മളവിടെ ഹീറ്റ് ചെയ്താലോ BF3 gas released, N2 gas released, and 2,4,6 tribromofluorobenzene. Tribromofluorobenzene is obtained. Clear ആണോ? അപ്പോൾ ഇവിടെ nitrobenzene reduction, then followed by bromination. So get to 2,4,6 tribromoaniline, then diazotization. The product is diazonium salt, which is the HbF4. Diazonium tetrafluoroborate is obtained. Again, which is heated to remove BF3 and N2 gas. So 2,4,6 tribromo-fluorobenzene. അപ്പോൾ ഇതിലെ റിയാക്ഷൻസും കൺവേർഷൻസും നമുക്ക് ഇവിടെ ഉണ്ട്. എന്നിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ടുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യണം കേട്ടല്ലോ. Now represent the cell in which the following reaction takes place. The value of E cell for the cell is 1.260 volt. What's the value of E cell? E cellയുടെ വാല്യൂ കണ്ടുപിടിക്കണം. Okay, for the reaction, what is oxidation? Aluminum undergoes oxidation, that is anode, and cadmium undergoes reduction, that is cathode. Okay, so cell representation എങ്ങനെയാ? Anode followed by salt, which is followed by this cathode. So what is anode? It is aluminum oxidized to aluminum 3 plus. Now salt bridge, then it is cathode a cadmium 2 plus reduced to cadmium. Aluminum bar aluminum 3 plus is oxidized. Cadmium 2 plus bar cadmium is reduced. Here aluminum 3 plus concentration is given 0.01 molar and that of cadmium it is given 0.1 molar. This is a representation of cell എന്ന് പറഞ്ഞാൽ. Now, how to get the value of E cell? What is E cell? E cell is equal to E0 cell. This is given, it is 1.260 minus 0.06 by N. Okay, into log product, it is aluminum 3 plus square divided by അല്ലേ എന്താ പറയുക കാഡ്മിയം 2 പ്ലസിൻ്റെ ക്യൂബ് അല്ലേ വരിക. ഓക്കെ, ദിസ് ഈസ് ദ കേസ്. അപ്പോൾ ഇവിടെ ഈ 0 സെല്ല് എത്രയാണ്? 1.26 അല്ലേ? ഇറ്റ് ഈസ് 1.260 മൈനസ് 0. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇവിടെ എത്രയാണ്? ഇറ്റ് ഈസ് 2 അലുമിനിയം 3 പ്ലസ് അല്ലേ? 2 into 6 ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡാ. 3 into 2 6 ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് 0.06 by 6 0.01 log. അലുമിനിയം 3 പ്ലസ് എത്ര വരുന്നത്? 0.01 ആണ്. 0.01 എന്നുള്ള 10⁻², അതിൻ്റെ സ്ക്വയർ 10⁻⁴ ഡിവൈഡ് ബൈ കാഡ്മിയം 2 പ്ലസ് എത്രയാണ്? 0.1 ആണ്. അതിൻ്റെ ക്യൂബ് 10⁻�3. So it is 10⁻⁻1. Okay, at 10⁻⁻1. So it is equal to 1.26 minus 0.01 into log 10⁻⁻1. So it is minus 1 into log, it's plus. So 1.26 plus 0.01. It is 1.27 volt. That's all. That's only the value. That's only the change. Okay. Now question number 14. Why are fluorides of transition metals more stable in their higher oxidation state as compared to lower state? Lower state to compare ചെയ്യുമ്പോൾ എന്താണ്? ഹയർ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്തുകൊണ്ട്?
ഇപ്പോൾ ഫ്ലൂറൈഡ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഹയർ സ്റ്റേറ്റിനെ കുറിച്ച് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് NCERT ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ രണ്ട് ഫാക്ടറാണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് എലിമെൻറ്റ്സ് ആണ്. ഒന്ന് ഫ്ലൂറിനാണ്, രണ്ടെന്താണ് ഓക്സിജനാണ്. അതിൽ ആരാ മോർ സ്റ്റെബിലൈസിങ്? ഓക്സിജൻ മോർ സ്റ്റെബിലൈസിങ് ദാൻ ഫ്ലൂറിൻ. Why? Oxygen can form double bond with the metal and the fluorine only forms single bond. So double bond stronger than single bond, so more stabilizing. And again, due to divalency, a lesser number of oxygen is required, but more fluorine atoms required. So where more repulsion, less repulsion and more repulsion. So again, oxygen preferred. So oxygen and fluorine, which is more preferred? Oxygen is more preferred for stabilizing. But among halides, fluorine is more stabilizing than chloride, bromide and iodide. So why it is fluoride? So for example, we will titanium 4+, vanadium 5+, chromium 6+, then iron +3, cobalt +3, nickel +2. Highest possible states corresponding fluorides: TiF4, VF5, CrF6. Highly stable. Why? These are ionic or covalent. They are covalent and having a high bond dissociation enthalpy. Due to covalent character, they have high bond dissociation enthalpy. The stability is due to high bond dissociation enthalpy. Ano? But ionic ano covalent ano, greater the charge on the cation, greater will be covalent character. Shirelle? Yes. And for this type, they are corresponding FeF3, COF3 and NiF2. They are ionic in nature and have a high lattice enthalpy. So fluoride can form ionic as well as covalent fluoride with the highest state of transition metal. With the highest state of transition metal, fluoride can form covalent as well as ionic hydride and ionic halides. If it is ionic, they have a high lattice enthalpy, and if it is covalent, they have high bond dissociation enthalpy. Anyway, the bonds are too strong, so it is very difficult to break. More energy is required, and simply indicating their stability. If they are more stable, more energy is required to break the stability. If they are less stable, very low amount of energy is required to destabilize them. Okay. Now, B part B. That's all. Now, which one of the following would feel attraction when placed in a magnetic field? Will feel attraction. Means they should be paramagnetic to get attracted. Paramagnetic. They should contain single or unpaired electrons. Cobalt +2. Cobalt atomic number 27 ആണ്. Cobalt 27 എന്ന് പറഞ്ഞാൽ cobalt +2 എന്ന് പറഞ്ഞാൽ എന്താണ്? It is 4s0 3d7. 3d7 with unpaired electrons 1, 2, 3. എത്ര വരെയാ? It is 1, 2, 3, 4, 5, 6, 7. Yes, there are 3 unpaired electrons, so should be attracted. One of the following would feel attraction due to presence of unpaired electron. Cobalt +2 will feel attraction. Now, Ag+ എന്ന് പറഞ്ഞാൽ it is 40 series and Ag+ 4010 ആണ് കോൺഫിഗറേഷൻ വരിക. സിൽവറിൻ്റെ കോൺഫിഗറേഷൻ 5s1 4010 ആണ്. Ag+ ആയാലും 5s0 4010. There is no unpaired electrons. Now, titanium 4+ എന്ന് പറഞ്ഞാൽ it is 3d0 4s0. No d electron, no unpaired electron repelled out. Zn2+. It is 3d10. Fully filled, no unpaired electron, again repelled out. So cobalt +2 with unpaired electron. So you should know, you must know what is the atomic numbers of these metals. Then you atomic numbers അറിയണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവരുടെ കോൺഫിഗറേഷൻ ഇതിനെ അറിയണം. ആൻഡ് അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയണം. കേട്ടല്ലോ? Now, see, it has been observed that first ionization energy of 5d series of transition elements are higher than that of 3d and 4d series. Explain why. അപ്പോൾ നമുക്കറിയാം 3d ആൻഡ് 4d കമ്പയർ ചെയ്യുമ്പോൾ 5dയുടെ സൈസ് 4dക്ക് ഇക്വലൻ്റാണ്, നിയറാണ്. 3dനേക്കാൾ ലാർജ് ആണ് 4d. ബട്ട് 5d ലാർജ് ആവേണ്ട 5dക്ക് എന്താണ്? സൈസ് 4dക്ക് ഈക്വലാണ്. അതെന്തുകൊണ്ടാണ്? 5dയിൽ
after effect of Lagrange contraction. As a consequence of Lagrange contraction, the nuclear attraction is very much stronger in 5D. So due to such an attraction, the valence shell electrons are compressed, or valence shell are very pulled into the towards nucleus ആണ്. അപ്പോൾ അവരെ ഈ ന്യൂക്ലിയസിൻ്റെ എക്സ്ട്രാ പവർ കൊണ്ട് ആ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എല്ലാം എന്താണ്, കംപ്രസ്ഡ് ഫോർമാറ്റാണ്, മീൻസ് ടൈറ്റ് ഫോർമാറ്റാണ്, വെരി സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. സോ ദേ ആർ അറൗണ്ട് ദ ന്യൂക്ലിയസ് ആയിരിക്കും, അതല്ലെങ്കിൽ കംപ്രസ്ഡ് ടു ബിക്കം സൈസ് കൺട്രാക്റ്റഡ് ആണ്, ടു ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് 4D. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ 5Dയുടെ സൈസ് കംപ്രസ്ഡ് ആണ്, അതിൽ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻ സൈസ് റിഡ്യൂസസ് ടു ബിക്കം ഈക്വൽ ടു 4D ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഷെൽസ് 4Dനേക്കാളും കൂടുതൽ 5Dക്ക് ഉണ്ടായിട്ടും എന്താണ്, അത് ഓൾമോസ്റ്റ് കംപ്രസ്ഡ് ആണ്. അതെന്താണ്, ന്യൂക്ലിയസിൻ്റെ പവറാണ്. ദ ന്യൂക്ലിയസ് ഈസ് വെരി പവർഫുൾ ദാൻ 4D ആൻഡ് 3D ആണ്. സോ ദ വാലൻസ് ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് വെരി സ്ട്രോങ്ങർ അട്രാക്ഷൻ ഫ്രം ദ ന്യൂക്ലിയർ സൈഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ionization is very, very difficult. Why? Such a stronger nucleus is there. So the ionization is very, very difficult. Okay, that's 3D and 4D series. Comparable 5D എന്താണ്, very strong nuclear attraction. That's why the ionization is very difficult. കേട്ടല്ലോ. ഇനി question number 15. On the basis of the figure given below, answer the following questions. So given figure is from NCERT ആണ്. Why manganese has lower melting point than chromium? നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് മീൻസ് പ്രൊപ്പോർഷണൽ ടു മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ആണ്. മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ആണ്. മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇറ്റ് ഇൻക്രീസസ് അപ് ടു മോർ ദെൻ ഇറ്റ് ഇസ് ഡിക്രീസിങ്. ബട്ട് manganese and technetium shows abnormal values. Why? Have maximum number of unpaired electrons, but അത്രയും നമ്പർ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ ഓവർലാപ്പിംഗ് എന്തല്ല, technically feasible അല്ല. That makes the atoms too much closer, where the internuclear repulsion is very greater. Okay, due to very small size and increased internuclear attraction അല്ല, repulsion. So the overlapping of 5 unpaired electrons make them very much close. That will make a greater repulsion between the nucleus, so they will repelled out to small size and again. ഓക്കെ, എന്നാലും അത് സൈസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ ടെൻഷൻ ആൻഡ് റേനിയം അത്തരം ഒരു പോസിബിലിറ്റി എന്നുള്ള പ്രോബ്ലം നമ്മൾ കാണുന്നില്ല. സൈസ് ഇസ് ടു മച്ച്, ദേ കൺ ഓവർകം വാട്ട് ഇസ് എ റിപ്പൽഷൻ ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഓഫ് 5 unpaired electrons between them. So that's the case. Why manganese have lower melting point? It is due to weaker intermetallic association through DD overlapping. Why? There is no tendency for DD overlapping. Why? The repulsion. That's the reason. ബട്ട് അവരുടെ ക്രോമിയം വാനേഡിയം എന്താണ്, സൈസ് മാംഗനീസിനേക്കാളും സൈസ് അത്ര കുറവല്ല, സൈസ് കൂടുതലാണ്. ടുവാർഡ്സ് റൈറ്റ് സൈസ് ഇസ് ഡിക്രീസിങ് ആണ്. സൈസ് കൂടുതലാണ്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറവാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ കഴിയും. വൈ ഡു ട്രാൻസിഷൻ മെറ്റൽസ് ഓഫ് 3D series have lower melting point as compared to 4D series? 4D ആൻഡ് 3D നമുക്കറിയാം, നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് എസ് ബ്ലോക്കിലേക്ക് എന്താണ്, മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരിക ചെയ്യുക. എന്നാൽ ഇവിടെ ഫോർ ഡി ബ്ലോക്ക് മെറ്റൽസ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഈസ് എക്സ്പാൻഡിങ്. 3Dനേക്കാളും സൈസ് കൂടുതലാണ് 4Dക്ക്. സൈസ് കൂടിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പ് കൂടും. 3D ഓവർലാപ്പിങ്ങിൻ്റെ എക്സ്റ്റെൻഡ് കൂടും. കാരണം ഒരു ഗ്രൂപ്പിൽ താഴേക്ക് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് മാറുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് മാറുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇനി ഓവർലാപ്പിൻ്റെ ആ നമ്പർ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്, സൈസ് കൂടുതൽ. ഗ്യാസ് ഇപ്പോൾ മാംഗനീസും ടെക്നീഷ്യൻ പ്രശ്നം എന്താണ്, സൈസ് സ്മോൾ ആയതുകൊണ്ട് 5 ഇലക്ട്രോണൊക്കെ ബിറ്റ്വീൻ ദം ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. MN 5 ബോണ്ട് വന്നുള്ള അവസ്ഥ, അത് രണ്ടും കൂടെ ഒന്ന് മെർജായി പോകേണ്ടി വരും, ഇമ്പോസിബിൾ നടക്കില്ല. എന്നാൽ ഈ ഇവർ ഓവർലാപ്പിംഗ് ആളുകളുടെ സൈസ് കുറച്ച് കൂടിയാലോ, അപ്പോൾ ആ റിപ്പൽഷൻ കുറച്ച് കാരണം റിലാക്സേഷൻ ഉണ്ടാവും. കാരണം അതിൻ്റെ സെൻട്രലിലാണ് ന്യൂക്ലിയസ് ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ 3Dനേക്കാൾ സൈസ് കൂടുതലാണ് ആർക്ക്, 4Dക്ക്. അപ്പോൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് റിലേറ്റീവ്ലി എന്താണ് 3Dനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പൽഷൻ അത്ര പ്രശ്നമാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് 3Dക്ക് കുറവും 4Dക്ക് കുറച്ച് കൂടുമായി. ദ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പ് ഇൻക്രീസസ്. So down the group the melting point increases. Why? Extent of overlapping increases. Okay, that's the reason. Now in third transition series, identify the name
Identify and the name the metal with the highest melting point. It is simply given from this graph. It is chromium ആണ്. From the graphically it is chromium, but from the actual result it is not chromium, it is vanadium ആണ് actual result വരുന്നത്. But here it is according to the given figure you can answer what is chromium, highest melting metal from the 3D series, and for the 4D series it is molybdenum, and for the 5D it is tungsten is the highest melting metal. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഡിസ്കഷനായിട്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് നമ്പർ സ്കൂളിലായതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, എസ്പെഷ്യലി ഫ്രം ദ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ബൈ ബൈ CBSE ഫോർ യുവർ പ്രിപ്പറേഷൻ ഫോർ ടൈം ടു എക്സാമിനേഷൻ ആണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചാപ്റ്റേഴ്സിലെ ചില ഭാഗങ്ങളും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ മാക്സിമം പോസിബിൾ ഡിസ്കഷൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒക്കെ ആണ് പഠിക്കുക, എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ദെൻ ബൈ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.